ഹലോ വേൾഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ആണ് പറഞ്ഞു നിർത്തിയത് അല്ലേ? അപ്പൊ പ്രോബബിലിറ്റി ഡെൻസിറ്റി അതുപോലെ വേവ് ഫംഗ്ഷൻ ഒക്കെയാണ് പറഞ്ഞു നിർത്തിയത്. വേവ് ഫംഗ്ഷൻ എന്തായിരുന്നു? നമ്മൾ ഓരോ വേവും ഡിഫൈൻ ചെയ്യാൻ നമ്മൾ ഓരോ വേരിയബിൾ ക്വാണ്ടിറ്റി പറയും. ഇപ്പം പ്രഷറിൽ നമ്മൾ സൗണ്ട് വേവ്സിൽ നമ്മൾ പ്രഷർ പറഞ്ഞ പോലെ, അതുപോലെ വാട്ടർ വേവ്സിൽ വാട്ടറിന്റെ ഹൈറ്റ് പറഞ്ഞ പോലെ, അതുപോലെ വേരിയിങ് ക്വാണ്ടിറ്റി ആണ്. മാറ്റർ വേവ്സിന്റെ കേസിൽ വേരിയിങ് ക്വാണ്ടിറ്റി ആണെന്ത് ഈ പറഞ്ഞ വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. അതുപോലെ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് എ പാർട്ടിക്കിൾ ഇൻ എ പെർട്ടിക്കുലർ പ്ലേസ് ഇൻ എ പെർട്ടിക്കുലർ ടൈം എന്ന് പറഞ്ഞു. ഇനി അപ്പൊ നമ്മൾ ചെയ്തത് മാറ്റർ എന്ന് പറഞ്ഞ ആ വിഭാഗത്തിന് എന്തുണ്ട്, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് എന്തുണ്ട്, ഒരു വേവ് ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ? അതിലൂടെയാണ് നമ്മൾ വേവ് ഫംഗ്ഷൻ പറഞ്ഞു. പിന്നെ വേവ് ഫംഗ്ഷന് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റിയിലേക്ക് പോയി അല്ലെ? മോഡ് സൈ സ്ക്വയർ, സൈ സ്റ്റാർ സൈ, അത്രയാണ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്കറിയാം ഒരു വേവിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു വേവിനെ ഡിസ്ക്രൈബ് ചെയ്യാം. ഐ ഹാവ് ടു ഡിസ്ക്രൈബ് എ വേവ്. ഡിസ്ക്രൈബിംഗ് എ വേവ് എന്നാണ് നമ്മുടെ ടോപ്പിക്കിന്റെ പേര്. അപ്പോ ഒരു വേവിന് നമ്മൾ സാധാരണ വെലോസിറ്റി പറയുന്നത് v ഈക്വൽ ടു ന്യൂ ലാംഡ എന്നാണ് അല്ലെ? നമ്മള് ഒരു പാർട്ടിക്കിളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരു വേവ് നമ്മൾ അസൈൻ ചെയ്യുമ്പോൾ ആ വേവിന്റെ വെലോസിറ്റി v ഈക്വൽ ടു ന്യൂ ലാംഡ ആണെന്ന് നമ്മൾ കരുതാറുണ്ട് അല്ലെ? ഇപ്പൊ ഒരു വേവിന്റെ വെലോസിറ്റി v ഈക്വൽ ടു ന്യൂ ലാംഡ ആണെങ്കിൽ അതുമായിട്ട് അതിന്റെ ആ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി ഇത് തന്നെയാണ് എന്നുള്ളൊരു ധാരണ നമുക്കുണ്ട്. അപ്പൊ നമുക്ക് ആ ധാരണ അവിടെ നിൽക്കാം, അവിടെ ആ ധാരണയോട് കൂടെ തന്നെ പോവാം. പക്ഷെ നമുക്ക് ചെറിയൊരു ചേഞ്ച് അതിൽ വരുത്തി നോക്കാം. നമുക്ക് ഇതിനകത്ത് v ഈക്വൽ ടു ഈ വിക്ക് വരെ ഞാൻ വി പി എന്നെടുത്തു. ഓക്കെ, വി പി ഈക്വൽ ടു ന്യൂ ലാംഡ എന്നെടുത്തു. ഇനി നമ്മള് ഡി ബ്രോഗ്ലി വേവിനെ ഡിഫൈൻ ചെയ്തപ്പോൾ അതിന്റെ വേവ് ലെങ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാംഡ ഈക്വൽ ടു എച്ച് ബൈ പി ആയിരുന്നു അല്ലെ? പി ഈക്വൽ ടു എം വി ആണ്. അതുകൊണ്ട് ലാംഡ ഈക്വൽ ടു എച്ച് ബൈ എം വി എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ ഇതിനകത്തെ ലാംഡ ഞാൻ കണ്ടെത്തി. ഓക്കെ, അപ്പം ഇതാണ് നിൽക്കട്ടെ, ഇതൊരു ഇക്വേഷൻ. ഇനി നമുക്ക് ന്യൂ കാണാം, ഫ്രീക്വൻസി കാണാം അല്ലെ? ഇനി നമ്മൾ പാർട്ടിക്കിളിന് ഒരു വേവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, നമ്മളൊരു വേവിനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ എനർജി പറയാനുള്ളത് എച്ച് ന്യൂ എന്ന് വെച്ചിട്ടാണ്, ഇ ഈക്വൽ ടു എച്ച് ന്യൂ. ഓക്കെ, ഇനി ഒരു പാർട്ടിക്കിളിനെ നമ്മൾ പറയാറിച്ചാല് അതിന്റെ എനർജി നമ്മൾ പറയാറുള്ളത് എം സി സ്ക്വയർ ആണ്, ഇ ഈക്വൽ ടു എം സി സ്ക്വയർ ആണ്. പക്ഷെ ഈ കേസിൽ നമുക്ക് മാറ്ററിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നമ്മൾ എന്താ പറഞ്ഞ, ഡി ബ്രോഗ്ലി എന്താ പറഞ്ഞേ, ടു അസോസിയേറ്റഡ് വിത്ത് എവറി മാറ്റർ ദർ ഇസ് എ വേവ് കാൾ ഡി ബ്രോഗ്ലി വേവ് അല്ലെങ്കിൽ മാറ്റർ വേവ് എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ മാറ്ററിനെ ഒരു വേവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ കൺസിഡർ ചെയ്യുന്ന കേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആ രണ്ട് ഇക്വേഷൻസ് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, അത് നമ്മൾ മുമ്പും ചെയ്തിട്ടുണ്ട്, ഫോട്ടോന്റെ കേസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഈ മാറ്റർ വേവ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിന്റെ എനർജി എന്താണ്, എം സി സ്ക്വയർ ആണ്. അത് എന്തുതന്നെയാണ്, എച്ച് ന്യൂ ആണ്. എം സി സ്ക്വയർ എന്നുള്ളത് മാറ്ററിന്റെ എനർജിയാണ്. അത് വേവ് നാച്ചർ ഉണ്ടാകുമ്പോൾ എച്ച് ന്യൂ എന്ന് എഴുതാൻ പറ്റും എനിക്ക്. ഇതിൽ നിന്ന് എനിക്ക് ന്യൂ എന്നുള്ള ഫ്രീക്വൻസിക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കാം. ന്യൂ ഈക്വൽ ടു എം സി സ്ക്വയർ ബൈ എച്ച് എന്ന് കൊടുക്കാം അല്ലെ? ന്യൂ ഈക്വൽ ടു എം സി സ്ക്വയർ ബൈ എച്ച്. അപ്പൊ നമ്മള് വി പി ഈക്വൽ ടു ന്യൂ ലാംഡ എന്ന് കൊടുത്തു. അതിൽ നിന്നും ലാംഡക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കി, ന്യൂവിന് ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കി അല്ലെ? ഇനി ഈ ലാംഡയുടെ എക്സ്പ്രഷനും അതുപോലെ ന്യൂവിന്റെ എക്സ്പ്രഷനും നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? വി പി ഈക്വൽ ടു എന്താ കിട്ടാം, ന്യൂവിന് പകരം എം സി സ്ക്വയർ ബൈ എച്ച് ഇൻറ്റു ലാംഡക്ക് പകരം എച്ച് ബൈ എം വി, എച്ച് ബൈ എം വി എന്ന് കൊടുക്കാം അല്ലെ? അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എം എം എച്ച് എച്ച് ഒക്കെ കട്ട് ചെയ്ത് പോയി ബാക്കി എന്ത് വരും, വി പി ഈക്വൽ ടു സി സ്ക്വയർ ബൈ ബി എന്ന് കിട്ടും അല്ലെ? വി പി ഈക്വൽ ടു സി സ്ക്വയർ ബൈ ബി. അപ്പൊ ഈ വി പി എന്തായിരുന്നു, നമ്മൾ പറഞ്ഞ മാറ്റർ വേവിന്റെ വെലോസിറ്റി ആയിരുന്നു വി പി. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മൾ ഓരോ മാറ്ററുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വേവ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആ വേവിന്റെ വെലോസിറ്റി വി ആണെന്ന് പറഞ്ഞു. ഒരു വേവിന്റെ ജനറൽ ഫോർമുല വി ഈക്വൽ ടു ന്യൂ ലാംഡയാണ് അല്ലെ? ഒരു വേവിന്റെ വെലോസിറ്റിക്കുള്ള ജനറൽ ഫോർമുല വി ഈക്വൽ ടു ന്യൂ ലാംഡയാണ്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ കരുതും ഈ മാറ്ററുമായിട്ട് അസോസിയേറ്റ് ചെയ്താണല്ലോ നമ്മൾ വേവ് പറഞ്ഞത്. അതുകൊണ്ട് ആ വേവിന്റെ അല്ലെങ്കിൽ ആ മാറ്ററിന്റെ വെലോസിറ്റി എന്ത് തന്നെയാണ്,
വി ആണെന്ന് പറയും. അതങ്ങനെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ അതിനെ നമ്മൾ വി പി എന്ന് വിളിച്ചു. എന്നിട്ട് ന്യൂ എന്നതിനും ലാംഡ എന്നതിനും ഇതുപോലെ രണ്ട് എക്സ്പ്രഷൻ ഉണ്ടാക്കി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടിയത് വി പി ഈക്വൽ ടു സി സ്ക്വയർ ബൈ വി ആണ് അല്ലെ. ഈ ഇക്വേഷൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വി പി ഈക്വൽ ടു സി സ്ക്വയർ ബൈ വി ഇത് എന്തെങ്കിലും ഒരു സംഗതി വയലേറ്റ് ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും നിങ്ങൾ പഠിച്ച പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഏതാണ്? സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. എന്താണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഫസ്റ്റ് പോസ്റ്റുലേറ്റ്? നോ പാർട്ടിക്കിൾ ക്യാൻ എക്സീഡ് ദ സ്പീഡ് ഓഫ് ലൈറ്റ്, അല്ലെങ്കിൽ നോ പാർട്ടിക്കിൾ ക്യാൻ ട്രാവൽ വിത്ത് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് അല്ലെ. ഒരു പാർട്ടിക്കിളിനും ലൈറ്റിന്റെ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് അല്ലെ. ഇൻ ദാറ്റ് കേസ് വി പി ഈക്വൽ ടു സി സ്ക്വയർ ബൈ വി ആകുമ്പോൾ ഇത് സി സ്ക്വയർ ആണ്. വി ഈക്വൽ ടു സി ആയാൽ പോലും വി പി ഈക്വൽ ടു സി ആവും അല്ലെ. ഫോർ എക്സാമ്പിൾ, സംഹൗ ദാറ്റ് particular particle we are considering manages to travel with the speed of light അല്ലെ. ഈ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി സംഹൗ ഇറ്റ് ബിക്കെയിം സി ആണെന്ന് എഴുതുക. അങ്ങനെ സി ആയാൽ തന്നെ നമുക്ക് എന്താവും? സി സ്ക്വയർ ബൈ സി എന്ന് പറയുമ്പോൾ എന്താവും? വി പി ഈക്വൽ ടു സി ആവും. അപ്പോഴും എന്താണ് നമ്മൾ ഈ കൺസിഡർ ചെയ്ത പാർട്ടിക്കിള് ലൈറ്റിന്റെ വെലോസിറ്റിയിലാണ് സഞ്ചരിക്കുന്നത്. ഇമ്പോസിബിൾ അല്ലെ. അപ്പൊ നോ പാർട്ടിക്കിൾ ക്യാൻ ട്രാവൽ വിത്ത് ദ വെലോസിറ്റി ഓഫ് സി. അതുകൊണ്ട് വെലോസിറ്റി ഓഫ് ലൈറ്റ്, അതുകൊണ്ട് വി ഈസ് ആൾവേസ് ലെസ് ദാൻ സി. വി എപ്പോഴും ലെസ് ദാൻ സി ആയിരിക്കും. അതുകൊണ്ട് ഇത് പോസിബിൾ അല്ല. ഇനി അതുകൊണ്ട് നമ്മൾ ഇവിടെ ഈ വിചാരിച്ച ഇതുണ്ട്, ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, എന്ത് നമ്മൾ കൺസിഡർ ചെയ്ത മാറ്ററിന്റെ വെലോസിറ്റിയാണ്, മാറ്റർ ആകുന്ന വേവിന്റെ വെലോസിറ്റിയാണ് വി പി ഈക്വൽ ടു ന്യൂ ലാംഡ എന്നത് തെറ്റാണ്. വി പി ഈക്വൽ ടു സി സ്ക്വയർ ബൈ വി ആണ് അല്ലെ. വി പി ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ സി. സിയേക്കാളും ഒരുപാട് കൂടുതലാണ് എന്ത്? വി പി എന്ന് പറയുന്നത്. ഇനി അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഒരു പുതിയ കൺസെപ്റ്റിലേക്ക് പോവാണ്. അതാണ് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും, നമ്മുടെ വേവ് പാക്കറ്റ്സ്. ഓക്കെ, എന്താണ് വേവ് പാക്കറ്റ് എന്ന് പറഞ്ഞാൽ? വേവ് പാക്കറ്റ് എന്ന് പറഞ്ഞാൽ ദേ ആർ എ ഗ്രൂപ്പ് ഓഫ് വേവ്സ് ഹാവിംഗ് സ്ലൈറ്റ്ലി ഡിഫറെന്റ് വേവ് ലെങ്ത്സ് അല്ലെ. വേവ് പാക്കറ്റ് എന്ന് പറഞ്ഞാൽ വേവ് പാക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ they are a group of waves having slightly different wavelengths. വളരെ ചെറിയ വേവ് ലെങ്ത്തിൽ ചെറിയ ചെറിയ മാറ്റമുള്ള ഒരു കൂട്ടം വേവ്സിനെയാണ് നമ്മൾ വേവ് പാക്കറ്റ്സ് എന്ന് പറയാം. ഓക്കെ, ഇനി അതിനകത്ത് കുറെ ഇൻഡിവിജ്വൽ വേവ്സ് ഉണ്ട്. ഓക്കെ, ഇൻഡിവിജ്വൽ വേവ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് വേവ്സ് ഉണ്ട്. ഇതുപോലെ ഒരുപാട് വേവ്സ് ഉണ്ട്. ഓക്കെ, ഇവരുടെയൊക്കെ വേവ് ലെങ്ത് ഒരുപാടുണ്ട്. ഇവരുടെയൊക്കെ വേവ് ലെങ്ത് തമ്മിൽ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ഓക്കെ, ഇനി ഇത് നമ്മൾ ഈ വേവ് പാക്കറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത് മാറ്ററുമായിട്ടാണ്. നമ്മളിപ്പോ മാറ്ററിന്റെ വേവ് പ്രോപ്പർട്ടീസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മാറ്ററുമായിട്ടാണ് നമ്മളിത് അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോ ഒരു പാർട്ടിക്കിളിനായിട്ട് അസോസിയേറ്റ് ചെയ്ത് എന്താണ്? ഒരു വേവ് അല്ല, പകരം ഗ്രൂപ്പ് ഓഫ് വേവ്സ് ആണ്. അതിന് നമ്മൾ വേവ് പാക്കറ്റ് എന്ന് പറഞ്ഞു. ഇനി ആ പാർട്ടിക്കിൾ ഉള്ള സ്ഥലത്ത് എന്ത് ചെയ്യും? ഈ ഓരോ ഇൻഡിവിജ്വൽ വേവ്സ് ഉണ്ടല്ലോ, ആ ഇൻഡിവിജ്വൽ വേവ്സ് വിൽ ഇന്റർഫിയർ കൺസ്ട്രക്റ്റീവ്ലി അല്ലെ. എന്താ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്ന് പറഞ്ഞാല്? രണ്ട് വേവ് ഇന്റർഫറൻസ് നിങ്ങൾ പഠിച്ചല്ലേ, രണ്ട് വേവ്സ് ഉണ്ട്. ആ വേവ്സ് വന്നിട്ട് ഒരുമിച്ച് ചേർന്ന് വലിയൊരു വേവായി മാറുന്നതിനാണ് നമ്മൾ ഇന്റർഫറൻസ് എന്ന് പറയാം. അല്ലെങ്കിൽ എന്താണ്? രണ്ട് വേവ്സ് തമ്മിൽ കൂടിച്ചേരുക, അതിനെയാണ് നമ്മൾ ഇന്റർഫറൻസ് എന്ന് പറയാം. ഇന്റർഫറൻസ് രണ്ട് തരം, കൺസ്ട്രക്റ്റീവ് ഉണ്ട്, ഡിസ്ട്രക്റ്റീവ് ഉണ്ട്. ഓക്കെ, ഇനി കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എങ്ങനെ ഉണ്ടാവുക? ഇഫ് ദ ടു വേവ്സ് ഹാവ് ബോത്ത് സെയിം ഫേസ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ്. ഫേസും ആംപ്ലിറ്റ്യൂഡും സെയിം ആണെങ്കിൽ എന്താണ്? അവിടെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇങ്ങനെ ഒരു വേവും അതുപോലെ അതേപോലത്തെ ഇങ്ങനെ ഒരു വേവ് ഉണ്ട്. ഇത് രണ്ടും കൂടെ കൂടി ചേർന്നാൽ എന്താവും? ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഡബിൾ ആവും അല്ലെ. ഇതും കൂട്ടിയതാവും ഇത് അല്ലെ. ഇതിനാണ് നമ്മൾ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്ന് പറയാം അല്ലെ. അപ്പോ ഞാൻ പറഞ്ഞത് ഒരു പാർട്ടിക്കിളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരു വേവ് അല്ല, പകരം ദർ ആർ എ ഗ്രൂപ്പ് ഓഫ് വേവ്സ് അല്ലെ. ഗ്രൂപ്പ് ഓഫ് വേവ്സ് ഉണ്ട്. ഇനി ആ പാർട്ടിക്കിൾ ഉള്ള സ്ഥലത്ത് എന്ത് ചെയ്യും? ഈ ഇൻഡിവിജ്വൽ വേവ്സ് എന്ത് ചെയ്യും? ഇന്റർഫിയർ ചെയ്യും. എങ്ങനെ? കൺസ്ട്രക്റ്റീവ്ലി അല്ലെ. ആ വേവ്സ് ഒക്കെ കൂടി ജോയിൻ ചെയ്ത് എന്താവും? കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആവും. അപ്പൊ ആ പാർട്ടിക്കിൾ അവിടെ ഉണ്ടാവും. ഇനി അതില്ലാത്ത സ്ഥലത്ത് എന്ത് ചെയ്യും? ഈ വേവ്സ് ഒക്കെ കൂടെ ഇന്റർഫിയർ ചെയ്യും. എങ്ങനെ? ഡിസ്ട്രക്റ്റീവ്ലി. അപ്പൊ അവിടെ നെറ്റ് വേവ് ഉണ്ടാവില്ല. മനസ്സിലായോ? ഇനി ഞാനത് ക്ലിയർ ആക്കാൻ വേണ്ടിട്ട് ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ഈ പേനയുടെ ടോപ്പ്, ഓക്കെ, ഈ ടോപ്പ് ഇപ്പൊ ഇവിടെ ഉണ്ട് അല്ലെ. ഈ ടോപ്പുമായി അസോസിയേറ്റ് ചെയ്ത് കുറെ വേവ്സ് ഉണ്ട്, ഇൻഡിവിജ്വൽ വേവ്സ് ഉണ്ട് അല്ലെ. ആ വേവ്സ് ഈ ടോപ്പ് നിൽക്കുന്ന സ്ഥലത്ത് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടത്തി, അതുകൊണ്ട് ആ ടോപ്പ് ഇവിടെ ഉണ്ട്.
ഇനി ഇവിടെ ഈ സ്ഥലത്ത് ഈ ടോപ്പ് ഇല്ല അല്ലെ. അപ്പൊ ഇതിന്റെ ഇതുപോലത്തെ വേവ് പാക്കറ്റ്സിലെ എല്ലാ വേവ്സും കൂടെ ഈ ബാക്കി ഭാഗത്തൊക്കെ എന്താണ് ഡിസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ചെയ്തു. അപ്പൊ അവിടെ ഒന്നും വേവ് ഇല്ല അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മള് വേവ് പാക്കറ്റ് എന്ന് പറഞ്ഞത് അല്ലെ. ഇനി ഇത് നമ്മൾ ഇപ്പൊ പഠിച്ച ഈ വെലോസിറ്റി ഉണ്ടല്ലോ, ഇത് ആ ഗ്രൂപ്പിനകത്തെ ഇൻഡിവിജ്വൽ വേവിന്റെ വെലോസിറ്റിയാണ് അല്ലെ. അതിന് നമ്മൾ ഫേസ് വെലോസിറ്റി എന്ന് പറയും. എന്താ പറയാ? ഫേസ് വെലോസിറ്റി. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി ആ ഗ്രൂപ്പ് ഓഫ് വേവ്സ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പ്, ഒരു വേവ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പ് ഓഫ് വേവ്സിന്റെ വെലോസിറ്റിക്ക് നമ്മൾ ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറയും. എന്താ പറയാ? ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറയും അല്ലെ. അപ്പോ വി പി എന്ന് പറഞ്ഞാൽ ഫേസ് വെലോസിറ്റി ആണ്. പി സ്റ്റാൻഡ്സ് ഫോർ ഫേസ്. അതുപോലെ നമ്മൾ ഗ്രൂപ്പ് വെലോസിറ്റിയെ സാധാരണ വി ജി എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് നമ്മൾ സൂചിപ്പിക്കും. ഓക്കെ, അപ്പൊ സാധാരണ ചോദിക്കാറുണ്ട്, എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഞാൻ ഈ ഏകദേശം എല്ലാ എന്താ പറയാ ക്ലാസ്സിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. ഏകദേശം 6 വർഷം വാല്യൂ ചെയ്തുകൊണ്ട് കഴിഞ്ഞ ഈ പേപ്പറിൽ ചോദിച്ച കുറെ ക്വസ്റ്റ്യൻസ് എനിക്ക് അറിയാം. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചതെന്ന് പറയുന്നത്. ഞാൻ വെറുതെ പറയാറില്ല. അപ്പൊ അത് നോട്ട് ചെയ്തിടാം. ഓക്കെ, അപ്പോ എന്താണ് ഗ്രൂപ്പ് വേവ്, ഫേസ് വേവ് അല്ലെ? അതെന്താന്ന് ചോദിച്ചാൽ ഗ്രൂപ്പ് വെലോസിറ്റി, ഫേസ് വെലോസിറ്റി എന്താന്ന് ചോദിച്ചാൽ നമ്മള് മാറ്ററുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ എന്താണ് ഒരു വേവ് അല്ലെ, വേവ് നാച്ചർ ആണെന്ന് പറയും അല്ലെ. ഇനി ആ മാറ്റർ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഗ്രൂപ്പ് ഓഫ് വേവ്സ് ആണ് അല്ലെ. അതിനകത്തെ ഇൻഡിവിജ്വൽ വേവ്സിന്റെ വെലോസിറ്റി ആണെന്ത്? ഫേസ് വെലോസിറ്റി. ഇതുപോലെ ഈ കുറെ വേവ്സ് ഒരു പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യേണ്ടത്, അതിനകത്തെ ഒരു വേവിന്റെ വെലോസിറ്റി ആണ് എന്ത്? ഫേസ് വെലോസിറ്റി അല്ലെ. ഇനി ആ ഗ്രൂപ്പ് ഓഫ് വേവ്സ് ഉണ്ടല്ലോ, അവരെല്ലാം കൂടി ഒരുമിച്ച് പോവില്ലേ, ആ ഒരുമിച്ച് പോകുമ്പോ അവരുടെ വെലോസിറ്റി ആണ് ഗ്രൂപ്പ് വെലോസിറ്റി. ഇത് വി പി ഈക്വൽ ടു സി സ്ക്വയർ ബൈ അതുപോലെ വി ജി ഗ്രൂപ്പ് വെലോസിറ്റി. ഇനി ഇത് മറ്റൊരു കാര്യം കൂടിയാണ്. എന്താണ്? ഫേസ് വെലോസിറ്റി ഹാസ് നോ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്. അതും ഒരു 2 മാർക്സിനും ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് ഫേസ് വെലോസിറ്റി ഹാസ് നോ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്. നമ്മളിപ്പോ തൊട്ട് മുമ്പ് ഇതുപോലത്തെ ഒരു കാര്യം പറഞ്ഞു അല്ലെ. ഷോ ദാറ്റ് വേവ് ഫംഗ്ഷൻ ഹാസ് നോ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് അല്ലെ. അതെന്തായിരുന്നു? പ്രോബബിലിറ്റി നെഗറ്റീവ് ആയ കേസ് ആയിരുന്നു. ഇവിടെ എന്താണ്? ഫേസ് വെലോസിറ്റി ഹാസ് നോ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്. വൈ ഇറ്റ് ഹാസ് നോ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്? ബിക്കോസ് ഇറ്റ് ഈസ് ട്രാവലിംഗ് വിത്ത് എ വെലോസിറ്റി ഗ്രേറ്റർ ദാൻ ലൈറ്റ് ഓൾവേസ് അല്ലെ. അതെപ്പോഴും ലൈറ്റിനേക്കാളും വലിയ വെലോസിറ്റിയിലാണ് പോകുന്നത്, വിച്ച് വയലേറ്റ്സ് ദി സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അല്ലെ. അപ്പോ ഇതാണ് അതിനുള്ള പ്രൂഫ്, ടു ഷോ ദാറ്റ് ഫേസ് വെലോസിറ്റി ഹാസ് നോ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്. ഇത് ചെയ്തിട്ട് ഇനി ഇത് വി പി ഈക്വൽ ടു സി സ്ക്വയർ ബൈ വി എന്ന് പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് അല്ലെ. അവിടെ വയലേഷൻ ഇല്ല അല്ലെ. സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? അതിനകത്തെ ഇൻഡിവിജ്വൽ വേവ്സ് ട്രാവൽ ചെയ്യുന്നത് സി സ്ക്വയർ ബൈ വി എന്ന് പറഞ്ഞ വെലോസിറ്റിയിൽ തന്നെയാണ്. പക്ഷെ അവരെല്ലാം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ എന്താ, അപ്പോഴാണല്ലോ പാർട്ടിക്കിൾ ഉണ്ടാവുന്നത്. അവര് കമ്പൈൻ ചെയ്യുമ്പോൾ എന്താവും? ആ വെലോസിറ്റി കുറഞ്ഞ് എന്താവും? ഇറ്റ് വിൽ ബിക്കം ദി വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ അല്ലെ. ആ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി ആവും. ഇനി അതിനകത്ത് നമുക്ക് ചെറിയൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ ഫേസ് വെലോസിറ്റിക്കും അതുപോലെ ഗ്രൂപ്പ് വെലോസിറ്റിക്കുള്ള എക്സ്പ്രഷൻ അല്ലെ. ഫേസ് വെലോസിറ്റി ഇതൊരു എക്സ്പ്രഷൻ ആണ്. പക്ഷെ നമ്മൾ ജനറൽ ആയിട്ട് നമ്മൾ പറയുമ്പോൾ എന്താണ്? ഫേസ് വെലോസിറ്റിക്കുള്ള എക്സ്പ്രഷൻ വി പി ഈക്വൽ ടു ഒമേഗ ബൈ കെ ആണ് അല്ലെ. ഇതന്നെയാണ് ഒമേഗ ബൈ കെ ആണ് അല്ലെ. ഇതല്ല നമ്മൾ വി പി ഈക്വൽ ടു ന്യൂ ലാംഡ എന്ന് പറഞ്ഞില്ലേ, ആ എക്സ്പ്രഷൻ തന്നെയാണ്. ഇത് തന്നെയാണ് അല്ലെ. അപ്പോ കുറെ റിലേഷൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന റിലേഷൻ എന്താണ്? വി പി ഈക്വൽ ടു ഒമേഗ ബൈ കെ. ഇതാണ് എന്ത്? ഫേസ് വെലോസിറ്റി അല്ലെ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രൂവ് ചെയ്യാം. നമുക്കറിയാം ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗുലാർ ഫ്രീക്വൻസി അല്ലേ അല്ലെ. അപ്പൊ എങ്ങനെയാണ്? 2π ന്യൂ അല്ലെ. 2π ന്യൂ ഡിവൈഡഡ് ബൈ കെ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? വേവ് വെക്ടർ അല്ലെ. എന്താണ്? 2π ബൈ ലാംഡ അല്ലെ. 2π ബൈ ലാംഡയാണ് അല്ലെ. അപ്പൊ നമുക്ക് വി പി ഈക്വൽ ടു എന്ത് ചെയ്താം? 2π ന്യൂ ഇൻറ്റു ഇത് ലാംഡ ബൈ 2π എന്നായിക്കൂടെ. ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റെസിപ്രോക്കലായിട്ട് മൾട്ടിപ്ലൈ ചെയ്തത്. 2π കട്ട് ചെയ്ത് നോക്കി, ബാക്കി വി പി ഈക്വൽ ടു ന്യൂ ലാംഡ എന്നാവും. ഇത് തന്നെയാണ് നമ്മൾ തുടങ്ങിയത്. സ്റ്റാർട്ടിംഗ് ഇക്വേഷൻ ഇതായിരുന്നു. അപ്പോ എന്താണ്? നമ്മൾ ജനറൽ ആയിട്ട് ഫേസ് വെലോസിറ്റിക്ക് ഉപയോഗിക്കുന്ന ടേം എന്താണ്? വി പി ഈക്വൽ ടു ഒമേഗ ബൈ കെ ആണ്. അതുപോലെ ഗ്രൂപ്പ് വെലോസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് വി ജി ഈക്വൽ ടു എന്താണ്? ഡി ഒമേഗ ബൈ ഡി കെ. ഡി ഒമേഗ ബൈ ഡി കെ.
അല്ലെ. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ ഫ്രീക്വൻസി. അതിന് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു കെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വി ജി അല്ലെങ്കിൽ ഗ്രൂപ്പ് വെലോസിറ്റി കിട്ടും. ഇതും ഇമ്പോർട്ടന്റ് റിലേഷൻസ് ആണ്. ഓക്കെ, അപ്പം വി പി ഈക്വൽ ടു സി സ്ക്വയർ ബൈ വി, അതുപോലെ ഇത് ഒമേഗ ബൈ കെ, അതുപോലെ വി ജി ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി കെ. ഇത് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ല എന്ന് പ്രൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ്. ഇതാണ് ഇതിന്റെ രണ്ടിന്റെയും ജനറൽ ഫോർമുല. ഓക്കെ, ഇനി നമ്മള് പല കേസ് വരാറുണ്ട് ഇതില്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു പാർട്ടിക്കിൾ ഉണ്ട്, അതിനായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പ് ഓഫ് വേവ്സ് ഉണ്ട്, അതിന് നമ്മൾ വേവ് പാക്കറ്റ് എന്ന് പറയും. അതിനകത്ത് ഇൻഡിവിജ്വൽ വേവ്സ് തന്നെയാണ് നമ്മൾ, അതിനകത്ത് ഇൻഡിവിജ്വൽ വേവ്സിന്റെ വെലോസിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫേസ് വെലോസിറ്റി എന്ന് പറയുന്നത്. അതുപോലെ ആ ഗ്രൂപ്പിന്റെ വെലോസിറ്റി ആസ് എ ഹോൾ ഈസ് കോൾഡ് ഗ്രൂപ്പ് വെലോസിറ്റി, അല്ലെ. അപ്പോ ഈ വി പിയും വി ജി എന്താണ്? സാധാരണ കേസിൽ വി പി ഈസ് ഗ്രേറ്റർ ദാൻ വി ജി, അല്ലെ. വി പി ഈസ് ഗ്രേറ്റർ ദാൻ വി ജി, അല്ലെ. ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞ് പ്രൂവ് ചെയ്യും വി ജി ഈസ് ദി വെലോസിറ്റി ഓഫ് ദ ബോഡി, അല്ലെ. ഒരു പാർട്ടിക്കിൾ നമ്മൾ കൺസിഡർ ചെയ്താൽ ആ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി എന്താണ്? വി ജി ആണ്. ഓക്കെ, ഇനി വി പി ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ വി ജി. കാരണം വി പി ഈക്വൽ സി സ്ക്വയർ ബൈ വി അല്ലേ. ശരിക്കും വി എന്ന് പറയുന്നതാണ് ആ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി. അത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പ്രൂവ് ചെയ്യും. അപ്പൊ വി പി ഈസ് ഗ്രേറ്റർ ദാൻ വി ജി. ചില കേസിൽ എന്താവാം? വി പി ഈക്വൽ ടു വി ജി ആവാം, അല്ലെ. വി പി ഈക്വൽ ടു വി ജി എന്ന് പറഞ്ഞ കേസ് വരും. പക്ഷേ വി പിയും അതുപോലെ വി ജിയും ഡിഫറെന്റ് ആയാൽ ഒരു മീഡിയത്തിനകത്ത് ആ വേവ്സ് എന്ത് ചെയ്യും? ഡിഫറെന്റ് വെലോസിറ്റിയിൽ സഞ്ചരിക്കും. മനസ്സിലായോ? ഈ ഇൻഡിവിജ്വൽ വേവ്സ് ഉണ്ട്, ഗ്രൂപ്പ് ഓഫ് വേവ്സിനകത്തെ ഒറ്റപ്പെട്ട ഇൻഡിവിജ്വൽ വേവ്സ് ഉണ്ടല്ലോ, അതിന്റെ വെലോസിറ്റിയാണ് ഫേസ് വെലോസിറ്റി. മൊത്തത്തിലുള്ളതാണ് ഗ്രൂപ്പ് വെലോസിറ്റി. വി ജിയും വി പിയും ഡിഫറെന്റ് ആയി കഴിഞ്ഞാൽ, ഈക്വൽ ആയി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ഈക്വൽ ആവാം. ഡിഫറെന്റ് ആയി കഴിഞ്ഞാൽ എന്താണ്? അതിനകത്തെ ഇൻഡിവിജ്വൽ വേവ്സിന്റെ വെലോസിറ്റി മാറും. എന്ന് പറഞ്ഞാൽ ഒരു മീഡിയത്തിനകത്ത് they will travel with different speeds, അല്ലെ. These individual waves will travel with a different speed inside different mediums, അല്ലെ. അങ്ങനെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ഒരു പ്രോസസ് ഉണ്ടാവും. അതിനാണ് നമ്മൾ എന്താ പറയാ? ഡിസ്പേർഷൻ എന്ന് പറയാം, അല്ലെ. ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾ ലൈറ്റിന്റെ കേസിൽ പഠിച്ചിട്ടുണ്ടാവും, അല്ലെ. ലൈറ്റ് ഇപ്പൊ നമ്മൾ ഗ്ലാസ് പ്രിസത്തിലൂടെ കടത്തിവിട്ടാൽ, വൈറ്റ് ലൈറ്റ് നമ്മൾ ഗ്ലാസ് പ്രിസത്തിലൂടെ കടത്തിവിട്ടാൽ എന്താണ്? അത് ഡിസ്പേർഷൻ സംഭവിക്കും. ഇറ്റ് വിൽ സ്പ്ലിറ്റ് ഇൻ ടു ഇറ്റ്സ് കമ്പോണന്റ്സ്, അല്ലെ. അതിനാണ് നമ്മൾ ഡിസ്പേർഷൻ എന്ന് പറയാം. അത് എങ്ങനെയാ സംഭവിക്കണേ? വൈറ്റ് ലൈറ്റിനകത്ത് എന്തുണ്ട്? 7 കളേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ 7 വേവ് ലെങ്സ് ഉണ്ട്, അല്ലെ. അല്ലെങ്കിൽ 7 ഡിഫറെന്റ് ഇൻഡിവിജ്വൽ വേവ്സ് ഉണ്ട്, അല്ലെ. വയലറ്റ് ഒരു വേവ്, അതുപോലെ ഇൻഡിഗോ ഒരു വേവ്, ബ്ലൂ ഒരു വേവ്, അങ്ങനെ വിബ്ജോർ, അതിനകത്ത് എല്ലാവരും എന്താണ്? ഓരോ വേവ്സ് ആണ്. ആ ഇൻഡിവിജ്വൽ വേവ്സ് ആണ് ശരിക്കും ഫേസ് വേവ്സ്. അതിന്റെ വെലോസിറ്റിയാണ് ഫേസ് വെലോസിറ്റി, അല്ലെ. അതിനി സെയിം അല്ല. പക്ഷെ ഗ്ലാസ് പ്രിസത്തിനൂടെ ഇപ്പൊ എയറിലും വാക്വത്തിലും എന്താണ്? അത് സെയിം ആണ്, അവരുടെ വെലോസിറ്റി സെയിം ആണ്. പക്ഷെ പ്രിസം എന്ന് പറഞ്ഞ മീഡിയത്തിനകത്ത് അവരുടെ വെലോസിറ്റി എന്താണ്? ഡിഫറെന്റ് ആണ്. അപ്പൊ അവര് എല്ലാം ഡിഫറെന്റ് വെലോസിറ്റിയിൽ സഞ്ചരിക്കും. അതുകൊണ്ട് ഒരു തലക്കുന്ന മറ്റേ തലക്ക് അവര് എന്ത് ചെയ്യും? പല സമയത്താണ് എത്തുക. അങ്ങനെ പല സമയത്ത് എത്തുമ്പോൾ അവരെ സെപ്പറേറ്റ് നമുക്ക് കാണാൻ പറ്റും. അതിനാണ് നമ്മൾ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. അപ്പോ വി പിയും വി ജിയും ഡിഫറെന്റ് ആയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഫിനോമിനനാണ് ഡിസ്പേർഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഫേസ് വെലോസിറ്റിയും അതുപോലെ ഗ്രൂപ്പ് വെലോസിറ്റി ആയിട്ട് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഫർദർ കാര്യങ്ങളിലേക്ക് പോവാം. ഇനി നമുക്ക് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഷോ ദാറ്റ് ഗ്രൂപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ദി വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ. റിപ്പീറ്റഡ് ആയി ചോദിക്കാറുള്ളതാണ്. എന്താ ക്വസ്റ്റ്യൻ? Show that velocity of the particle is equal to group velocity, and group velocity is equal to the velocity of the particle. അല്ലേ, നമുക്ക് എന്താ പ്രൂവ് ചെയ്യണ്ടേ? If v is the velocity of the particle, then vg equal to v. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. We have to prove vg equal to v. അല്ലേ, ഇനി അതെങ്ങനെയാ പ്രൂവ് ചെയ്യാൻ നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ചു ഫേസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒമേഗ ബൈ കെ ആണ്. അതുപോലെ ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? vg equal to ഡി ഒമേഗ ബൈ ഡി കെ, അല്ലെ. അപ്പൊ ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ് നമ്മളത് സോൾവ് ചെയ്യാൻ പോകുന്നത്, അല്ലെ. എന്താണ്? വി ജി ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി കെ. ഇത് നമുക്ക് ഡയറക്ട്ലി സോൾവ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഞാൻ ചെറിയൊരു മൾട്ടിപ്ലിക്കേഷൻ നടത്താണ്. ഇഫ് യു മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ബൈ ഡി കെ, നമുക്ക് എന്ത് ചെയ്താം? ഡി ഒമേഗ ബൈ ഡി വി, മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ബൈ ഡി വി. ഓക്കെ, ഡി ഒമേഗ ബൈ ഡി വി ഇൻറ്റു dv by dk എന്ന്. ഓക്കെ, അപ്പൊ അതായത് vg എന്ന് പറഞ്ഞാൽ d omega by dk ആണ്.
ഇവിടെ ഞാൻ അതിനെ ഡി ഒമേഗ ബൈ ഡി വി ഇൻറ്റു ഡി വി ബൈ ഡി കെ, ഇവിടെ രണ്ടും ഡി വി ആണ്. ഓക്കെ, ഇനി ഇതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ എനിക്ക് വി ജി ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി വി ഹോൾ ഡിവൈഡഡ് ബൈ ഡി കെ ബൈ ഡി വി എന്ന് എഴുതാം. എഴുതാൻ പറ്റുക ഡി ഒമേഗ ബൈ ഡി വി ന്യൂമറേറ്ററിൽ എഴുതാം, അതിന്റെ റെസിപ്രോക്കൽ ഡിനോമിനേറ്റർ ഡി കെ ബൈ ഡി വി അല്ലെ. ഇനി നമ്മൾ ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്യും, എന്നിട്ട് ഡിവൈഡ് ചെയ്യും അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് ഡി ഒമേഗ ബൈ ഡി വി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻഷിയേറ്റ് ഒമേഗ വിത്ത് റെസ്പെക്ട് ടു വെലോസിറ്റി ആൻഡ് ഡിഫറൻഷിയേറ്റ് കെ വിത്ത് റെസ്പെക്ട് ടു വെലോസിറ്റി ആൻഡ് ദെൻ ഡിവൈഡ് ദം അല്ലെ. അപ്പൊ നമുക്ക് ചെയ്യാം. കുറച്ച് ലെങ്തി ആണ്, ഞാൻ ഇതിവിടെ മുകളിൽ ഒരു കോർണറിൽ എഴുതുന്നത്. നമുക്ക് എന്തൊക്കെയാ കാണേണ്ടതെന്നുള്ളത് അല്ലെ. വി ജി ഈക്വൽ ടു എന്താണ്? ഡി ഒമേഗ ബൈ ഡി വി ഡിവൈഡഡ് ബൈ ഡി കെ ബൈ ഡി വി. ഇതാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, ഇനി ഞാന് ഒമേഗയെ അതുപോലെ കെ നമുക്ക് വിന്റെ ടേംസിൽ കിട്ടണം അല്ലെ. അപ്പൊ ആദ്യം നമുക്ക് ഡി ഒമേഗ ബൈ ഡി വി ചെയ്യണം. അത് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒമേഗയും വിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ വേണം. അപ്പൊ ന്യൂമറേറ്റർ ഡി ഒമേഗ ബൈ ഡി വി ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒമേഗയും വിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ വേണം. കാരണം ഒമേഗ വിത്ത് റെസ്പെക്ട് ടു വി ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒമേഗ ഈക്വൽ ടു 2π ന്യൂ ആണ്. ഓക്കെ, 2π ന്യൂ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു എനർജി ഇക്വേഷൻസ് ഇക്വേറ്റ് ചെയ്താൽ എച്ച് ന്യൂ ഈക്വൽ ടു എം സി സ്ക്വയർ ആണ് അല്ലെ. വേവ് നേച്ചർ ആകുമ്പോൾ എച്ച് ന്യൂ, പാർട്ടിക്കൽ നേച്ചർ ആകുമ്പോൾ എം സി സ്ക്വയർ. അപ്പൊ ന്യൂ ഈക്വൽ ടു എം സി സ്ക്വയർ ബൈ എച്ച് അല്ലെ. ന്യൂ ഈക്വൽ ടു എം സി സ്ക്വയർ ബൈ എച്ച്. അത് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഒമേഗ ഈക്വൽ ടു 2π ഇൻറ്റു എം സി സ്ക്വയർ ബൈ എച്ച് അല്ലെ. അപ്പൊ നമുക്ക് ഒമേഗയും വിയും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. ഇപ്പോഴും ഇതിനകത്ത് ആരില്ല? വി ഇല്ല. പക്ഷെ നമുക്കറിയാം എം എന്ന് പറഞ്ഞാൽ എന്താണ്? M0 ഗാമയാണ് അല്ലെ. റിലേറ്റീവ് അല്ലെങ്കിൽ ജനറൽ കേസിൽ, റിലേറ്റിവിസ്റ്റിക് കേസിൽ എന്താണ്? എം ഈക്വൽ ടു M0 ഗാമയാണ് അല്ലെ. എം ഈക്വൽ ടു M0 ഗാമ. ഗാമ എന്ന് പറയുന്നത് എന്താണ്? റിലേറ്റിവിസ്റ്റിക് കറക്ഷൻ ഫാക്ടർ അല്ലെ. 1/√1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ അല്ലെ. നേരെ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ത് കിട്ടും? ഒമേഗ ഈക്വൽ ടു 2π എം എന്ന് പറഞ്ഞാല് M0 ഗാമ സി സ്ക്വയർ ബൈ എച്ച് എന്ന് കൊടുക്കാം അല്ലെ. അല്ലെങ്കിൽ ഒമേഗ ഈക്വൽ ടു 2π M0 സി സ്ക്വയർ ബൈ എച്ച് ഇൻറ്റു ഗാമ എന്ന് പറഞ്ഞാൽ 1/√1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ അല്ലെ. അപ്പൊ ഗാമക്ക് പകരം √1/√1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് കൊടുക്കാം അല്ലെ. ഇപ്പൊ എന്തായി? ഒമേഗയും വിയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആയി. ഇത് നമുക്ക് എന്ത് ചെയ്യണം? ഡി ഒമേഗ ബൈ ഡി വി കാണണം. വി ഹാവ് ടു ഡിഫറൻഷിയേറ്റ് ഒമേഗ വിത്ത് റെസ്പെക്ട് ടു വെലോസിറ്റി അല്ലെ. എന്താ കിട്ടുക? therefore ഡി ഒമേഗ ബൈ ഡി വി ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി വി ഈക്വൽ ടു ഇതിനകത്ത് 2π M0 സി സ്ക്വയർ ബൈ എച്ച് ഒക്കെ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ബാക്കി ഡിനോമിനേറ്ററിൽ ആരെ വരുന്നേ? 1/√1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ അല്ലെ. അപ്പോ 2π M0 സി സ്ക്വയർ ബൈ എച്ച് അവിടെ വെക്കാം. പിന്നെന്തല്ലേ? ഡി ബൈ ഡി വി ഓഫ് 1/√1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ അല്ലെ. ഇനി ഇവിടെ നമുക്ക് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാം അല്ലെ. അപ്പൊ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ പെട്ടെന്ന് മാറുന്ന ഒരു സംഭവമാണ്. നമ്മളിവിടെ √1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ വേണം. അപ്പൊ എന്താണ്? √x ഫോർമാറ്റ് ആണ്. അപ്പൊ എന്താണ്? 1/2√x ആണ് ഡിഫറൻഷിയേഷൻ അല്ലെ. തെറ്റിപ്പോവും. അങ്ങനെയല്ല. എങ്ങനെയാണ്? ഡി ഒമേഗ ബൈ ഡി വി ഈക്വൽ ടു 2π M0 സി സ്ക്വയർ ബൈ എച്ച് ഇൻറ്റു ഇത് 1/x ഫോർമാറ്റിലാണ് അല്ലെ. 1/x എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ്. നമ്മള് ഇത് കഴിഞ്ഞിട്ട് ആദ്യം കാണുന്നത് 1/, ആണ്. അപ്പൊ നമ്മൾ 1/x ഫോർമാറ്റാ. 1/x എന്ന് പറഞ്ഞാൽ എന്താണ് ഡിഫറൻസിയേഷൻ? -1/x² അല്ലെ. എന്ത് വരും? -1/x² എന്ന് പറയുമ്പോൾ ഇതിന്റെ സ്ക്വയർ. അപ്പൊ എന്താ വരാം? 1 മൈനസ് ബി സ്ക്വയർ ബൈ സി സ്ക്വയർ അല്ലെ. ഇൻറ്റു ഇനി നമ്മൾ ആദ്യം 1/, കണ്ടു. ഇനി നമ്മൾ കാണുന്ന ആരാണ്? റൂട്ടിനെയാണ്. അപ്പൊ √x എന്താണ്? 1/2√x അല്ലെ. 1/2√1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ അല്ലെ.
അപ്പൊ ആദ്യം നമ്മള് 1 കണ്ടു, പിന്നെ നമ്മൾ റൂട്ടിനെ കണ്ടു. ഇനി ആരെ കാണുന്നേ? 1-നെയാണ് വിത്ത് റെസ്പെക്ട് ടു വി, 0 ആയിപ്പോയി. പിന്നെ ആരാ കാണുന്നേ? മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ അല്ലെ. അപ്പൊ മൈനസ് വി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇൻറ്റു മൈനസ് വി സ്ക്വയറിന്റെ 2v അല്ലെ, 2v ബൈ സി സ്ക്വയർ എന്ന് വരും അല്ലെ. കൺഫ്യൂഷൻ ആവാൻ പാടില്ല അല്ലെ. അപ്പൊ അത് സോൾവ് ചെയ്യാം. പിന്നെ ഡി ഒമേഗ ബൈ ഡി വി ഈക്വൽ ടു 2 പൈ m0 c സ്ക്വയർ ബൈ h ഇൻറ്റു, ഇനി ഇവിടെ ഒരു നെഗറ്റീവ്, ഇവിടെ നെഗറ്റീവ്, അത് പോയി, ആ നെഗറ്റീവ് പോയി. ബാക്കി എന്താ ഉള്ളേ? ഇവിടെ ഒരു 2v ഉണ്ട് അല്ലേ. പിന്നെന്താ ഉള്ളേ? ഇവിടെ ഒരു 2 എന്ന് പറഞ്ഞ ഫാക്ടർ ഉണ്ട് അല്ലെ. 2 ഡിനോമിനേറ്റർ അല്ലേ, 2 സി സ്ക്വയർ ഉണ്ട് അല്ലെ. അപ്പോ 2 പൈ m0 c സ്ക്വയർ ബൈ h അല്ലെ. ബാക്കി ഇവിടെ ഒരു 2v ഉണ്ട്, താഴെ ഡിനോമിനേറ്ററിൽ ഒരു 2 c സ്ക്വയർ ഉണ്ട്. ഇനി എന്താ ഉള്ളേ? 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഹോൾ റൈസ് ടു 1 ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ അല്ലെ. അപ്പൊ എന്താവും? ഡിവൈഡ് ബൈ 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഹോൾ റൈസ് ടു 3/2 എന്ന് കിട്ടും അല്ലെ. അപ്പോ സി സ്ക്വയർ 2 ഒക്കെ കട്ട് ചെയ്ത് പോവും. ബാക്കി എന്താ? ഡി ഒമേഗ ബൈ ഡി വി ഈക്വൽ ടു 2 പൈ m0 v ബൈ h ഇൻറ്റു 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഹോൾ റൈസ് ടു 3/2 എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? ആ ഡിഫറൻസിയേഷൻ തെറ്റിക്കരുത്, അത് എപ്പോഴും മാറിപ്പോവാറുണ്ട്. എക്സാമിനും അതെ, നമ്മൾ സാധാരണ എഴുതുമ്പോൾ മാറിപ്പോവാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഡി ഒമേഗ ബൈ ഡി വി കിട്ടി, ന്യൂമറേറ്റർ കിട്ടി അല്ലെ. അപ്പൊ നമുക്കത് ഇവിടെ നിന്ന് മാറ്റി ചെയ്താം. എന്താണ്? ഡി ഒമേഗ ബൈ ഡി വി ഈക്വൽ ടു 2 പൈ m0 v ഡിവൈഡഡ് ബൈ h into 1 minus v square by c square whole raised to 3/2. ഓക്കെ, ന്യൂമറേറ്റർ അവിടെ മാറ്റി എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ഡിനോമിനേറ്റർ കാണാം അല്ലെ. ഡിനോമിനേറ്റർ എന്താണ്? ഡി കെ ബൈ ഡി വി ആണ്. ഡി കെ ബൈ ഡി വി ആണെങ്കിൽ എന്താണ്? നമുക്ക് കെയും വിയും തമ്മിലുള്ള റിലേഷൻ കാണാം. വി ഹാവ് ടു ഡിഫറൻഷിയേറ്റ് കെ വിത്ത് റെസ്പെക്ട് ടു വെലോസിറ്റി അല്ലെ. നമുക്കറിയാം കെ ഈക്വൽ ടു 2 പൈ ബൈ ലാംഡയാണ് അല്ലെ. വേവ് നമ്പർ അല്ലെങ്കിൽ വേവ് വെക്ടർ എന്നൊക്കെ പറയും. ഈ കെന്റെ യൂണിറ്റ് ഞാൻ നേരത്തെ പറയാൻ പറ്റുന്നുണ്ട്. കെന്റെ യൂണിറ്റ് എന്താണ്? 1 ബൈ ലാംഡ അല്ലേ. ലാംഡന്റെ യൂണിറ്റ് മീറ്റർ അല്ലേ, അപ്പൊ മീറ്റർ ഇൻവേഴ്സ് ആണ് അല്ലെ. ഇതിന് വേവ് നമ്പർ, വേവ് വെക്ടർ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ 2 പൈ ബൈ ലാംഡയാണ്. നമുക്കറിയാം ലാംഡ ഈക്വൽ ടു h ബൈ പി ആണ് അല്ലെ, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. അപ്പൊ കെ ഈക്വൽ ടു 2 പൈ ബൈ ലാംഡ എന്ന് പറഞ്ഞാല് h ബൈ പി ആണ് അല്ലെ. ഇനി കെ ഈക്വൽ ടു 2 പൈ ബൈ h ഇൻറ്റു പി എന്ന് പറഞ്ഞാൽ എന്താണ്? എം വി ആണ് അല്ലെ, എം വി ആണ്. അപ്പൊ നമ്മൾ എഴുതും കെയും വിയും തമ്മിലുള്ള റിലേഷൻ ആയി. ഇനി നമുക്ക് പ്രൊസീഡ് ചെയ്യാണ്. പക്ഷെ അവിടെ ഒരു എം കിടക്കുന്നുണ്ട് അല്ലെ. എം എന്ന് പറഞ്ഞാൽ എന്താണ്? m0 ഗാമയാണ് അല്ലെ. അപ്പൊ എന്താണ്? കെ ഈക്വൽ ടു 2 പൈ ബൈ h m0 ഗാമ ഇൻറ്റു വി എന്ന് വരും. അപ്പൊ ഇനി ഗാമക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം അല്ലെ. അപ്പൊ എന്ത് വരും? കെ ഈക്വൽ ടു 2 പൈ ബൈ h ഇൻറ്റു m0 v ഇൻറ്റു 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ അല്ലെ. 2 പൈ ബൈ h m0 v അല്ലെ ഇൻറ്റു ഗാമ 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ അല്ലെ. അപ്പൊ റിലേഷനായി അല്ലെ, കെയും വിയും തമ്മിലുള്ള റിലേഷനായി. ഇനി ഇവിടെ ഡിഫറൻസിയേഷൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിട്ടുണ്ട്. കാരണം ഇവിടെ 2 പൈ m0 ബൈ h കോൺസ്റ്റന്റ് ആണ്. ബാക്കി v ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഉണ്ട്, ഒരു ഡിവിഷൻ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. പ്രൊഡക്റ്റ് റൂൾ ആണെങ്കിൽ
ഫസ്റ്റ് ഫംഗ്ഷൻ വി, സെക്കൻഡ് ഫംഗ്ഷൻ 1/√(1 - v²/c²). നിങ്ങൾ എങ്ങനെയാണോ കംഫർട്ടബിൾ അങ്ങനെ ചെയ്യാം. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കംഫർട്ടബിൾ ക്വോഷ്യന്റ് റൂൾ ആയിരിക്കും. ഓക്കെ, അപ്പോ therefore നമുക്ക് എന്താണ് dk/dv അല്ലേ. അപ്പോ dk/dv ഈക്വൽ ടു എന്താ വരിക, 2πm0/h ഇൻറ്റു v/√(1 - v²/c² ആണ് അല്ലേ അവിടെ ഉള്ളത്. v/√(1 - v²/c². ന്യൂമറേറ്റർ v ആണ്, ഡിനോമിനേറ്റർ √(1 - v²/c² ആണ്. ഡിഫറൻസിയേഷൻ എന്താ വരിക, ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ എന്താ 1 - v²/c² ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ എത്രയാ, v ആണ്, വിത്ത് റെസ്പെക്ട് ടു v ആണ് അല്ലേ. dk/dv വിത്ത് റെസ്പെക്ട് ടു v അല്ലേ. അപ്പൊ v ന്റെ ഡിഫറൻഷ്യൽ എന്താവും, 1 ആവും, മൈനസ് എന്താ വരിക, ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ എന്താ v ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എന്താണ്, ഇൻറ്റു ഡിനോമിനേറ്റർ എന്താ √(1 - v²/c². എന്താ വരിക, 1/2√x അല്ലേ. ഇത് √x എന്നുള്ള ഫോം അല്ലേ. ന്യൂമറേറ്റർ v ആണ്, ഡിനോമിനേറ്റർ √(1 - v²/c². ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് അല്ലേ. അപ്പൊ അത് √1 - v²/c². എന്ത് വരും, 1/2√(1 - v²/c². തീർന്നോ, ഇല്ല. ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ √xന്റെ 1/2√x വരും. പിന്നെ ഇതിനകത്ത് ഒരു 1 ഉണ്ട്, പിന്നെ -v²/c² ഉണ്ട്. 1ന്റെ 0 -v²/c² എന്താ, -2v/c² അല്ലേ, ഇൻറ്റു -2v/c² അല്ലേ. ഇങ്ങനെ വരും. അപ്പൊ നമുക്ക് ഡിവൈഡഡ് ബൈ ഒന്നുകൂടെ ഉണ്ട്, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയറും ചെയ്യണ്ടേ അല്ലേ. ഞാൻ ആ റൂൾ ഒന്ന് പറയാം. എന്താണ്, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് അറിയോ, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ അല്ലേ. നിങ്ങൾക്ക് മാറാതെ എനിക്ക് മാറിയാലും അപ്പൊ എന്താ വരിക, ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ ആ എന്താ വരിക, 1 - v²/c² അല്ലേ. ഇങ്ങനെ വരിക. അപ്പൊ നമുക്ക് dk/dv ഈക്വൽ ടു 2πm0/h ഇൻറ്റു, ഇനി ഇതിനകത്ത് മുകളിൽ ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് സാധനം ഉണ്ട്, അതൊന്ന് ശരിയാക്കണം. ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് അത് പോയി, ഇവിടെ 2 അത് പോയി നോക്കാം. അപ്പോ √(1 - v²/c² പ്ലസ് ആയില്ലേ, പ്ലസ് ഇവിടെ v ഇൻറ്റു v ഇല്ലേ. അപ്പോ v²/c² √(1 - v²/c² ഡിവൈഡഡ് ബൈ 1 - v²/c² അല്ലേ. കറക്റ്റ് അല്ലേ, ശരിയല്ലേ. √(1 - v²/c² മൈനസ് മൈനസ് പ്ലസ് v ഇൻറ്റു v² ഡിവൈഡഡ് ബൈ √(1 - v²/c² ഇൻറ്റു c² അല്ലേ. പിന്നെ അതൊന്നും കൂടെ ശരിയാക്കാനുണ്ട്. dk/dv ഈക്വൽ ടു 2πm0/h ഇൻറ്റു, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, this much into this much plus v² ഡിനോമിനേറ്റർ അല്ലേ. അപ്പൊ √(1 - v²/c² ഇൻറ്റു c² ഇൻറ്റു 1 - v²/c² എന്ത് വരും, c² അവിടെ ഉണ്ട് ഇൻറ്റു 1 - v²/c² അല്ലേ, പ്ലസ് v² അല്ലേ ഡിവൈഡഡ് ബൈ ഇത് അല്ലേ. എന്താ വരിക, c² ഇൻറ്റു √(1 - v²/c² അല്ലേ. ഇനി താഴെ ആളും കൂടെ ഉണ്ട് അല്ലേ. അപ്പൊ അയാളെ ഞാൻ അപ്പുറത്തുനിന്ന് മാറ്റി ചെയ്താണ്. ഇൻറ്റു 1 -
1 minus v square by c square. Correct അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? നിങ്ങൾ ഒന്ന് റിവൈൻഡ് ചെയ്ത് കാണാം. അപ്പോ h is equal to 2 pi m0 by h into c square into c square minus c square into v square by c square into 1 c square into minus v square by c square and c square team ബാക്കി minus v square ഇവിടെ plus v square അല്ലേ ഇനി divided by ഇതിനെ ഇതേ മൾട്ടിപ്ലൈ ചെയ്തൂടെ ഇത് root of 1 minus v square by c square ആണ് ഇത് 1 minus v square by c square ആണ് എന്തായാലും c square into 1 minus v square by c square raised to 3 by 2 എന്ന് വരും കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ c square into ഇത് റൂട്ട് ആണ് into something raised to 1 അപ്പോൾ all raised to 3 by 2 വരും ഇനി minus v square plus v square അല്ലേ അപ്പോൾ ന്യൂമറേറ്റർ എന്താ c square by c square into 1 minus v square by c square c square കട്ട് ചെയ്തു പോകും ബാക്കി എന്താവും dk by dv equal to 2 pi m0 by h into 1 by 1 minus v square by c square all raised to 3 by 2 എന്ന് വരും ഇങ്ങനെയല്ലേ അപ്പൊ നമുക്ക് dk by dv കിട്ടി അല്ലേ ഇനി എന്ത് ചെയ്യാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം d omega by dv ഇവിടെ ഉണ്ട് dk by dv ഇവിടെ ഉണ്ട് അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ അപ്പൊ ഇത് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം അല്ലെങ്കിൽ ഇത് കിട്ടൂല ക്ലിയർ ആക്കണം അപ്പൊ നമുക്ക് d omega by dv ചെയ്യാം vg equal to d omega by dv എന്താ ഇതാണ് 2 pi m0 v by h into 1 by 1 minus v square by c square all raised to 3 by 2 into ഇത് ഡിവൈഡ് ചെയ്യല്ലേ അപ്പൊ ഇതുകൊണ്ട് ഇതിന്റെ റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ എന്താ വരിക h by 2 pi m0 into 1 minus v square by c square all raised to 3 by 2 എന്ന് വരും അല്ലേ താഴെയുള്ളത് മുകളിൽ റെസിപ്രോക്കൽ ആക്കി അല്ലേ h into 1 minus v square by c square raised to 3 by 2 മുകളില് 2 pi m0 താഴെ അല്ലേ അപ്പോ 2 pi m0 h 1 minus v square by c square raised to 3 by 2 1 minus v square by c square raised to 3 by 2 ഒക്കെ കട്ട് ചെയ്ത് പോയോ ഇല്ല അവിടെ ആരുണ്ട് ഇവിടെ ഒരു v കിടക്കുന്നുണ്ട് ദാറ്റ് മീൻസ് vg equal to v hence the proof അല്ലേ അപ്പോൾ we prove that the group velocity will be equal to the velocity of the particle അല്ലേ മൾട്ടിപ്പിൾ ചോയ്സ് വരാറുണ്ട് എന്താണ് ഗ്രൂപ്പ് വേവ് ഫേസ് വേവ് എന്ന് ചോദിക്കാറുണ്ട് എന്താണ് ഗ്രൂപ്പ് വെലോസിറ്റി ഫേസ് വെലോസിറ്റി എന്ന് ചോദിക്കാറുണ്ട് അതുപോലെ ഈ ക്വസ്റ്റ്യനും ചോദിക്കാറുണ്ട് ഷോ ദാറ്റ് വെലോസിറ്റി ഓഫ് ദി വേവ് ഈസ് ഈക്വൽ ടു ദി velocity of is equal to the group velocity അങ്ങനെ ഒരു ക്വസ്റ്റ്യനും ചോദിക്കാറുണ്ട് ഓക്കെ ഇമ്പോർട്ടന്റ് ആണ് ഇനി നമുക്ക് ഈ ഫേസ് വെലോസിറ്റി അതുപോലെ ഗ്രൂപ്പ് വെലോസിറ്റി പല ടേംസിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനുണ്ട് എനർജിയുടെ മൊമെന്റത്തിന്റെ ടേംസിൽ അതുപോലെ ഫ്രീക്വൻസിയുടെയും വേവ് ലെങ്സിന്റെ ഒക്കെ ടേംസിൽ നമുക്ക് ഈ ഫേസ് വെലോസിറ്റിയും ഗ്രൂപ്പ് വെലോസിറ്റി ഒക്കെ ഒബ്റ്റെയിൻ ചെയ്യാനുണ്ട് ഓക്കെ അത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു ആളെ പരിചയപ്പെടാണ്ട് നമ്മള് h ക്രോസ് എന്ന് പറയും അല്ലെങ്കിൽ h കട്ട് എന്ന് പറയും മറ്റൊന്നുമല്ല ഇറ്റ് ഈസ് കോൾഡ് റെഡ്യൂസ്ഡ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് h by 2 pi അല്ലേ h ക്രോസ് അല്ലെങ്കിൽ h കട്ട് എന്ന് പറയാറുണ്ട് നമ്മൾ ഇനി മുതൽ h ക്രോസ് എന്ന് പറയും h ക്രോസ് ഈസ് ഈക്വൽ ടു h by 2 pi അതിന് റെഡ്യൂസ്ഡ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് പറയും പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് h ആണല്ലോ അതിന്റെ വാല്യൂ 6.626 × 10⁻34 ജൂൾ സെക്കൻഡ് ആണ് h by 2 pi എന്ന് പറയുമ്പോൾ എന്താവും 1.05 into 10⁻34 എന്നാവും അല്ലേ ജൂൾ സെക്കൻഡ് അല്ലേ ഇതാണ് h കട്ട് അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ h ക്രോസ് എന്ന് പറയും ഓക്കെ ഇനി നമുക്ക് we have to obtain vg and vp phase velocity and group velocity in terms of energy and momentum എനർജിന്റെയും മൊമെന്റത്തിന്റെയും ടേംസിൽ നമുക്ക്
ഗ്രൂപ്പ് വെലോസിറ്റിയും ഫേസ് വെലോസിറ്റിയും ഒബ്റ്റെയിൻ ചെയ്യണം. അപ്പൊ നമുക്ക് ഫേസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒമേഗ ബൈ കെ ആണ് അല്ലെ. ഫേസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒമേഗ ബൈ കെ ആണ്. ഇതിനെ ഞാൻ ഒരു എച്ച് ക്രോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്, ഡിവൈഡ് ചെയ്യാണ്. എച്ച് ക്രോസ് ബൈ എച്ച് ക്രോസ്. പിന്നെ എന്താ കിട്ടുക? വി പി ഈക്വൽ ടു എച്ച് ക്രോസ് ഒമേഗ ബൈ എച്ച് ക്രോസ് കെ അല്ലേ. നമുക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാം. എച്ച് ക്രോസ് ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ? എച്ച് ക്രോസ് എന്ന് പറഞ്ഞാൽ എച്ച് ബൈ 2π അല്ലേ അല്ലേ. ഇൻറ്റു ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? 2π ന്യൂ ആണ്. 2π കട്ട് ചെയ്ത ബാക്കി എന്താണ്? എച്ച് ന്യൂ. എച്ച് ന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? എനർജി അല്ലേ. എച്ച് ക്രോസ് ഒമേഗ എന്ന് പറഞ്ഞാൽ എനർജിയാണ്. അപ്പൊ ഇനി അതും മറക്കരുത്. ഇ ഈക്വൽ ടു എച്ച് ക്രോസ് ഒമേഗ. നമ്മൾ ഇ ഈക്വൽ ടു എച്ച് ന്യൂ എന്ന് പറയുന്ന അതേപോലെ നമ്മൾ എന്ത് ചെയ്യും? ഈക്വൽ ടു എച്ച് ക്രോസ് ഒമേഗ എന്ന് പറയും. ഓക്കെ, രണ്ടും സെയിം ആണ്. അപ്പോ എച്ച് ക്രോസ് എന്ന് പറഞ്ഞാൽ എച്ച് ബൈ 2π ഇൻറ്റു 2π ന്യൂ. ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ ഫ്രീക്വൻസി 2π ന്യൂ ആണ്. അപ്പൊ നമുക്ക് എച്ച് ഇൻറ്റു ന്യൂ. എച്ച് ന്യൂ എന്ന് പറഞ്ഞാൽ എനർജി അല്ലേ. ഇനി എന്താണ് എച്ച് ക്രോസ് കെ? എച്ച് ക്രോസ് കെ എന്താ? എച്ച് ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താ? എച്ച് ബൈ 2π അല്ലേ. ഇൻറ്റു കെ എന്ന് പറഞ്ഞാൽ എന്താ? 2π ബൈ ലാംഡ അല്ലേ. 2π ബൈ ലാംഡ അല്ലേ. അപ്പൊ ഇതെന്താവും? 2π കട്ട് ചെയ്തു. ബാക്കി എന്താ? എച്ച് ബൈ ലാംഡ അല്ലേ. ലാംഡ ഈക്വൽ ടു എച്ച് ബൈ പി എന്ന് പറഞ്ഞ റിലേഷൻ അല്ലേ അല്ലേ. എച്ച് ക്രോസ് കെ കൂടെ എച്ച് ബൈ ലാംഡ അല്ലേ അല്ലേ. നമുക്ക് എന്താ റിലേഷനിലെ ഇവിടെ ഒന്നുകൂടി ഇങ്ങോട്ട് എടുത്തിയതാണ്. എച്ച് ക്രോസ് കെ ഈക്വൽ ടു എന്താ കിട്ടിയേ? എച്ച് ബൈ ലാംഡ അല്ലേ. നമുക്കറിയാം ലാംഡ ഈക്വൽ ടു എച്ച് ബൈ പി ആണ്. അപ്പൊ പി ഈക്വൽ ടു എന്താണ്? എച്ച് ബൈ ലാംഡ ആണ് അല്ലേ. അതുകൊണ്ട് എച്ച് ക്രോസ് കെ എന്ന് പറഞ്ഞാൽ എന്താണ്? പി ആണ് അല്ലേ. ഇതും മറക്കരുത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈക്വൽ ടു എച്ച് ക്രോസ് ഒമേഗ ആണ്. പക്ഷെ ഇതും മറക്കരുത്. ഈക്വൽ ടു എച്ച് ക്രോസ് കെ. അപ്പൊ ഇതിനെ നമ്മള് വി പി ഒമേഗ ബൈ കെ ആണ്. എച്ച് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്തു. എച്ച് ക്രോസ് ഒമേഗ ബൈ എച്ച് ക്രോസ് കെ ടി. എച്ച് ക്രോസ് കെ ഒമേഗ എച്ച് ക്രോസ് ഒമേഗ എന്ന് പറഞ്ഞാൽ ഇ ആണ്. എച്ച് ക്രോസ് കെ എന്ന് പറഞ്ഞാൽ പി ആണ്. അപ്പൊ എന്ത് കിട്ടും? ഇ ബൈ പി. Therefore വി പി ഈക്വൽ ടു ഇ ബൈ പി. ഇതാണ് ഫേസ് വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് എനർജി ആൻഡ് മൊമെന്റം അല്ലേ. ഇനി നമുക്ക് എന്താണ്? ഗ്രൂപ്പ് വെലോസിറ്റി വേണം അല്ലേ. എന്താ ഗ്രൂപ്പ് വെലോസിറ്റി? ഡി ഒമേഗ ബൈ ഡി കെ അല്ലേ. ഇതിനെയും ഞാൻ എച്ച് ക്രോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്, ഡിവൈഡ് ചെയ്യാണ് അല്ലേ. ഇൻറ്റു എച്ച് ക്രോസ് ബൈ എച്ച് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്തു. അപ്പൊ വി ജി ഈക്വൽ ടു എച്ച് ക്രോസ് എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആണ്. അതിന് ഡിഫറൻസിയേഷൻ അകത്തേക്ക് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഡി ഓഫ് ഒമേഗ എന്നാണ്. എച്ച് ക്രോസ് ഒരു കോൺസ്റ്റന്റ് ആണ്. അത് ഉള്ളിലേക്ക് എടുത്താലും ഒരു മാറ്റവും ഇല്ല. അപ്പൊ ഡി ഓഫ് എച്ച് ക്രോസ് ഒമേഗ ബൈ ഡി ഓഫ് എച്ച് ക്രോസ് കെ എന്ന് അല്ലേ. അങ്ങനെ ഇത് കൂടെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ വി ജി ഈക്വൽ ടു ഡി ഓഫ് എച്ച് ക്രോസ് ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ? ഇ. എച്ച് ക്രോസ് കെ എന്ന് എന്താ? പി. അപ്പൊ എന്ത് കിട്ടും? വി ജി ഈക്വൽ ടു ഡി ഇ ബൈ ഡി പി. ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പം phase velocity and group velocity in terms of energy and momentum, it can be given as phase velocity is equal to E by P and group velocity is equal to dE by dP. You have to remember that. ഇനി നമുക്ക് ഫ്രീക്വൻസിന്റെയും അതുപോലെ വേവ് ലെങ്ത്തിന്റെ ടേംസിൽ നമുക്ക് ഫേസ് വെലോസിറ്റിയും ഗ്രൂപ്പ് വെലോസിറ്റിയും കാണാം. അപ്പൊ ഇതിന്റെ ടൈറ്റിൽ എന്തായിരുന്നു? ഫേസ് വെലോസിറ്റി ആൻഡ് ഗ്രൂപ്പ് വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് എനർജി ആൻഡ് മൊമെന്റം. ഇത് നമുക്ക് phase velocity and group velocity in terms of frequency and wavelength. Alle Vg and Vp in terms of nu and lambda. Alle നമുക്കറിയാം phase velocity Vp is equal to എന്തായിരുന്നു? omega by km. അല്ലേ? Vp equal to omega by k ആണ്. അപ്പൊ Vp equal to I can write omega എന്ന് പറഞ്ഞാൽ എന്താണ്? 2π nu ആണ്. k എന്ന് പറഞ്ഞാൽ എന്താണ്? 2π by lambda ആണ്. omega എന്ന് പറഞ്ഞാൽ 2π nu, k എന്ന് പറഞ്ഞാൽ 2π by lambda. 2π കട്ട് ചെയ്ത് പോയി. ബാക്കി Vp equal to nu lambda അല്ലേ? ഇതാണ് ഫേസ് വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് nu and lambda.
ഇതാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത്. അവിടെ നിന്നാണ് നമ്മൾ ഫേസ് വെലോസിറ്റിയിലേക്ക് എത്തിയത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? ഗ്രൂപ്പ് വെലോസിറ്റി വേണം അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ എനർജി മൊമെന്റം പറഞ്ഞപ്പോ എന്താണ്? വി പി ഈക്വൽ ടു ഇ ബൈ പി എന്ന് പറഞ്ഞു. അതുപോലെ വി ജി ഈക്വൽ ടു ഡി ഇ ബൈ ഡി പി എന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ, ഇവിടെ ചെറിയൊരു മാറ്റമുണ്ട്. അപ്പൊ നോക്കുക, വി ജി ഈക്വൽ ടു എന്തായിരുന്നു? ഡി ഒമേഗ ബൈ ഡി കെ ആയിരുന്നു അല്ലേ. അപ്പൊ നമുക്ക് വി ജി ഈക്വൽ ടു ഡി ഓഫ് ഒമേഗ എന്ന് പറഞ്ഞ എന്താണ്? 2 പൈ ന്യൂ അല്ലെ, ഡിവൈഡഡ് ബൈ ഡി ഓഫ് കെ എന്ന് പറഞ്ഞ എന്താണ്? 2 പൈ ബൈ ലാംഡ അല്ലെ. ഇനി ഇത് ടോട്ടൽ ഡെറിവേറ്റീവ് ആണ് അല്ലെ. ഡി ഓഫ് 2 പൈ ന്യൂ, ഇതെന്താണ്? ഡി ഓഫ് 2 പൈ ബൈ ലാംഡ അല്ലെ. അപ്പൊ ഈ 2 പൈ കട്ട് ചെയ്യാം. ഇത് ന്യൂമറേറ്ററിലാണ്, ഇത് ഡിനോമിനേറ്ററിലാണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? വി ജി ഈക്വൽ ടു ഡി ന്യൂ അല്ലെ, ഡി ഓഫ് ന്യൂ എന്ന് പറഞ്ഞാൽ ഡി ന്യൂ ബൈ ഡി ഓഫ് 1 ബൈ ലാംഡ അല്ലെ. ഡി ന്യൂ ബൈ ഡി ഓഫ് 1 ബൈ ലാംഡ ആണ്. ഇത് ഡി ലാംഡ എന്ന് എഴുതാൻ പറ്റൂല അല്ലെ. അപ്പൊ എങ്ങനെ എഴുതാം? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലെ. എങ്ങനെ വരാം? വി ജി ഈക്വൽ ടു എന്താ വരിക? ഡി ന്യൂ ബൈ ഡി ഓഫ് 1 ബൈ ലാംഡ എന്താ? 1 ബൈ ലാംഡ 1 ബൈ എക്സിന്റെ ഫോമാ. അപ്പൊ മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ അല്ലേ. അപ്പൊ ഇത് വരും മൈനസ് 1 ബൈ ലാംഡ സ്ക്വയർ ഇൻറ്റു ഡി ലാംഡ എന്ന് വരും. എന്താ വരിക? മൈനസ് 1 ബൈ ലാംഡ സ്ക്വയർ ഇൻറ്റു ഡി ലാംഡ എന്ന് വരും. അപ്പൊ നമുക്ക് വി ജി ഈക്വൽ ടു മൈനസ് ലാംഡ സ്ക്വയർ ഇൻറ്റു ഡി ന്യൂ ബൈ ഡി ലാംഡ എന്ന് വരും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ന്യൂന്റെ ലാംഡ ടേംസിൽ വി പി ഈക്വൽ ടു ന്യൂ ലാംഡ ആണെങ്കിൽ ഡി ന്യൂ ബൈ ഡി ലാംഡ അല്ല എന്ത്? ഗ്രൂപ്പ് വെലോസിറ്റി. ഗ്രൂപ്പ് വെലോസിറ്റി എന്താണ്? മൈനസ് ലാംഡ സ്ക്വയർ ഇൻറ്റു ഡി ന്യൂ ബൈ ഡി ലാംഡ ആണ്. അവിടെ ടോട്ടൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ പറഞ്ഞാണ്. അപ്പൊ ഇൻ ടേംസ് ഓഫ് എനർജി ആൻഡ് മൊമെന്റം വി പി ഈക്വൽ ടു ഇ ബൈ പി, അതുപോലെ വി ജി ഈക്വൽ ടു ഡി ഇ ബൈ ഡി പി, അതുപോലെ ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത് വി പി ഈക്വൽ ടു ന്യൂ ലാംഡ, അതുപോലെ വി ജി ഈക്വൽ ടു മൈനസ് ലാംഡ സ്ക്വയർ ഇൻറ്റു ഡി ന്യൂ ബൈ ഡി ലാംഡ അല്ലെ. ഇതാണ് ഇത് ഗ്രൂപ്പ് വെലോസിറ്റിയും ഫേസ് വെലോസിറ്റിയും. ഇനി നമുക്ക് ഇതില് ഡിസ്പെർഷൻ റിലേഷൻ പഠിക്കാനുണ്ട്. ഓക്കെ, ഡിസ്പെർഷൻ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒമേഗ കെ എനർജി ഇവര് തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ ഡിസ്പെർഷൻ റിലേഷൻ എന്ന് പറയാം. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഡിസ്പെർഷൻ നേരത്തെ പറഞ്ഞു അല്ലെ. വി ജിയും വി പിയും മാറിക്കഴിഞ്ഞാൽ എന്താണ്? ഡിഫറെന്റ് വേവ്സ് ഡിഫറെന്റ് വെലോസിറ്റിയിൽ പോകും. അപ്പൊ ഉണ്ടാകുന്നതാണ് എന്ത്? ഡിസ്പെർഷൻ എന്ന് പറയുന്നത്. അപ്പം ഡിസ്പെർഷൻ റിലേഷൻ എന്ന് പറഞ്ഞാൽ ദ റിലേഷൻ ബിറ്റ്വീൻ ഒമേഗ കെ ആൻഡ് എനർജി ഈസ് കാൾഡ് ഡിസ്പെർഷൻ റിലേഷൻ. ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഇഷ്ടം പോലെ ചോദിക്കാറുണ്ട്. ഓക്കെ, ഈവൻ കഴിഞ്ഞ നെറ്റ് എക്സാമിന് പോലും ചോദിച്ചിരുന്നു. അതുപോലെ ഗേറ്റിന്റെ എക്സാമിനൊക്കെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് റിലേഷൻ ബിറ്റ്വീൻ അല്ലെങ്കിൽ ഡിസ്പെർഷൻ റിലേഷൻ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. ഒരു ചെറിയ കാര്യം വിട്ടുപോയി. അതിനിടക്ക് നമുക്ക് എന്താണ്? we have to find the relation between phase velocity and group velocity അല്ലെ. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്താൽ ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ വി പി ആൻഡ് വി ജി അല്ലെ. ഗ്രൂപ്പ് വെലോസിറ്റി ഫേസ് വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ അല്ലെ. നമുക്കറിയാം വി പി ഈക്വൽ ടു എന്താണ്? ഒമേഗ ബൈ കെ ആണ് അല്ലെ. അല്ലെങ്കിൽ നമുക്ക് ഇത് എന്ത് ചെയ്യാം? ഇതിന്ന് ഒമേഗ ഈക്വൽ ടു കെ വി പി എന്ന് ചെയ്യാം. ശരിയല്ലേ? ഇനി വി ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി ഒമേഗ ബൈ ഡി കെ ആണ് അല്ലെ. അപ്പം ഒമേഗ എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു വി പി ആണ്. അപ്പൊ വി ജി എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി കെ ഓഫ് ഒമേഗ. അപ്പൊ നമുക്ക് ഇതെങ്ങനെ എഴുതാം? വി ജി ഈക്വൽ ടു ഡി ബൈ ഡി കെ ഓഫ് ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? കെ ഇൻറ്റു വി പി. ഇതൊരു ഇമ്പോർട്ടന്റ് റിലേഷൻ ആണ്, ഒമേഗ ഈക്വൽ ടു കെ വി എന്ന് പറയുന്നത്. അപ്പോ വി ജി ഈക്വൽ ടു ഡി ബൈ ഡി കെ ഓഫ് കെ വി പി അല്ലെ. അതെങ്ങനെ ചെയ്യാം? പ്രോഡക്റ്റ് റൂൾ ആയിട്ടാ ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? കെ അല്ലെ. ഡി ബൈ ഡി കെ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്താ വരിക? ഡി വി പി ബൈ ഡി കെ പ്ലസ് എന്താ വരിക? സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? വിത്ത് റെസ്പെക്ട് ടു കെ ആണ്, 1 ആണ് അല്ലെ. അപ്പൊ വി ജി ഈക്വൽ ടു കെ ഇൻറ്റു ഡി വി പി ബൈ ഡി കെ പ്ലസ് വി പി എന്ന് കിട്ടും. ഇതാണ്, ഇത് വി ജി ആണ്, ഇത് വി പി ആണ്. ഇതാണെന്ത്? ഫേസ് വെലോസിറ്റിയും ഗ്രൂപ്പ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ അല്ലെ. ഇതിനെ ഒന്ന് എങ്ങനെ എഴുതാം? ഒന്ന് മാറ്റി എങ്ങനെ എഴുതാം? വി ജി ഈക്വൽ ടു
വി പി പ്ലസ് കെ ഇൻറ്റു ഡി വി പി ബൈ ഡി കെ അങ്ങനെയൊക്കെ എഴുതാം. ഇത് ഓർത്ത് വെക്കണില്ല നല്ലത്, ഇത് ഓർത്ത് വെക്കുകയാണ്. വി പി ഈക്വൽ ടു ഒമേഗ ബൈ കെ ആണല്ലോ. അപ്പൊ ഒമേഗ ഈക്വൽ ടു കെ വി പി അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഇതാണ് ഓർത്ത് വെക്കാനുള്ള എളുപ്പമാർഗം. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഡിസ്പേർഷൻ റിലേഷൻ ഇമ്പോർട്ടന്റ് ആണെന്ന് അല്ലെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അതിനിടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ എഴുതാം. ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ഗ്രൂപ്പ് വെലോസിറ്റി ആൻഡ് ഫേസ് വെലോസിറ്റി ഫോർ എ റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിൾ. ഓക്കെ, അല്ലെങ്കിൽ അത് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഫൈൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് വി ജി ആൻഡ് വി പി ഫോർ എ റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിൾ എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, അത് നോക്കാം. വി പിയും അതുപോലെ ബി ജിയും തമ്മിലുള്ള റിലേഷൻ അല്ലെങ്കിൽ ഇവരുടെ പ്രൊഡക്റ്റ് ആണ് നമുക്ക് കാണാനുള്ളത്. ഓക്കെ, ഇനി എന്താ റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാല് നമ്മൾ അതിന്റെ എനർജി ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇ സ്ക്വയർ ഈക്വൽ ടു പി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് എം സ്ക്വയർ സി റൈസ് ടു 4 അല്ലെ. ഇതാണ് റിലേറ്റിവിസ്റ്റിക് എനർജി ഇക്വേഷൻ അല്ലെ. ഇ സ്ക്വയർ ഈക്വൽ ടു പി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് എം സ്ക്വയർ സി റൈസ് ടു 4. നമുക്കറിയാം വി പി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒമേഗ ബൈ കെ ആണ്, അല്ലെങ്കിൽ വി ജി എന്ന് പറഞ്ഞാൽ ഡി ഒമേഗ ബൈ ഡി കെ ആണ്. നമ്മൾ വേറെ റിലേഷൻ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഇയും പിയും തമ്മിലുള്ള റിലേഷൻ വന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെ റിലേഷൻ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കറിയാം എന്താണ് വി പി എന്ന് പറഞ്ഞാൽ എന്താണ് ഇ ബൈ പി ആണ് അല്ലെ. ഇ ബൈ പി ആണ്. അതുപോലെ വി ജി എന്ന് പറഞ്ഞാൽ എന്താണ് ഡി ഇ ബൈ ഡി പി ആണ് അല്ലെ. അപ്പം വി പി നമുക്കറിയാം ഇ ബൈ പി ആണ്. ഇനി നമ്മൾ എന്ത് കണ്ടാൽ മതി, വി ജി കണ്ടാൽ മതി അല്ലെ. അപ്പൊ ഈ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇ സ്ക്വയർ ഈക്വൽ ടു പി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് എം സ്ക്വയർ സി റൈസ് ടു 4 എന്ന് പറഞ്ഞ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ 2e dE by dP equal to with respect to p. അപ്പൊ എന്താ 2e dE by dP equal to p square c square ഉണ്ട്. p square എന്ത് വരും 2p c square plus m square c raised to 4 കോൺസ്റ്റന്റ് ആണ്. അപ്പൊ 0 വരും അല്ലെ. അപ്പൊ ഈ 2 കട്ട് ചെയ്ത് പോകും അല്ലെ. അപ്പൊ എന്താ വരിക e by p into dE by dP equal to c square എന്ന് വരും. E by p into dE by dP equal to c square എന്ന് വരും. E by p എന്ന് പറഞ്ഞാൽ എന്താണ് vp ആണ്. dE by dP എന്ന് പറഞ്ഞാൽ എന്താണ് vg ആണ് അല്ലെ. അപ്പൊ എന്നിട്ടും vp into vg equal to c square എന്ന് വരും അല്ലെ. ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ vp and vg for a relativistic particle അല്ലെങ്കിൽ product of vp and vg for a relativistic particle. ഇനി ഒരു ക്വസ്റ്റ്യൻ എഴുതാം. The waves propagating in a medium obeys the dispersion relation omega equal to v raised to 4 k raised to 4 plus omega 0 raised to 4 whole raised to 1 by 4. Find the ratio of vp and vg. എന്താ പറഞ്ഞേ, the waves propagating in a medium obeys the dispersion relation omega equal to v raised to 4 k raised to 4 plus omega 0 raised to 4 raised to 1 by 4. അപ്പൊ ഞാന് ഡിസ്പേർഷൻ റിലേഷൻ പറഞ്ഞിരുന്നു. ഒമേഗയും കെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ് നമ്മൾ ഡിസ്പേർഷൻ റിലേഷൻ എന്ന് പറയാം. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ എന്താണ്, വി ഹാവ് ടു ഫൈൻഡ് ദി റേഷ്യോ ഓഫ് വി പി ആൻഡ് വി ജി അല്ലെ. കാണേണ്ട എന്താണ് വി പി ബൈ വി ജി കാണണം അല്ലെ. ഓക്കെ, അപ്പൊ നമുക്കറിയാം വി പി എന്ന് പറഞ്ഞാൽ എന്താണ് ഒമേഗ ബൈ കെ ആണ് അല്ലെ. ഒമേഗ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഇതാം വി റൈസ് ടു 4 കെ റൈസ് ടു 4 പ്ലസ് ഒമേഗ നോട്ട് റൈസ് ടു 4. ഇവിടെ ഒമേഗ നോട്ട് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് കേട്ടോ. 1/4 ഡിവൈഡഡ് ബൈ കെ എന്നിവ അല്ലെ. ഇതാണ് വി പി അല്ലെ. ഒമേഗ ബൈ കെ ഈക്വൽ ടു വി റൈസ് ടു 4 കെ റൈസ് ടു 4 പ്ലസ് ഒമേഗ 0 റൈസ് ടു 4 1/4 ബൈ കെ. കാരണം ഒമേഗ ഈക്വൽ ടു ഇതാണ്. ഈ വി ജി എന്താണ് ഡി ഒമേഗ ബൈ ഡി കെ അല്ലെ. ഡി ബൈ ഡി കെ ഓഫ് ഒമേഗ. അപ്പൊ ഒമേഗ തന്നിട്ടുണ്ട്. ഇതിന് വിത്ത് റെസ്പെക്ട് ടു കെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അപ്പൊ എന്ത് കിട്ടും ഡി ബൈ ഡി കെ ഓഫ് ഇതെന്താ വരിക വിത്ത് റെസ്പെക്ട് ടു കെ ആണ്. അപ്പോ 1/4 ഇൻറ്റു വി റൈസ് ടു 4 കെ റൈസ് ടു 4 plus omega naught raised to 4 whole raised to 1/4 minus 1 എന്താ വരിക 1/4 minus 1
മൈനസ് 3/4 അല്ലേ അല്ലേ ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു കെ അല്ലേ v raised to 4 k raised to 4 ഉണ്ടോ വിത്ത് റെസ്പെക്ട് ടു കെ ആണ് 4 k cube v raised to 4 പ്ലസ് 0 എന്ന് വരും അല്ലേ ഇതല്ല ഇതാണ് ഒമേഗ കേട്ടോ ഇവിടെ കൺഫ്യൂഷൻ ആയിരുന്നു ഇതല്ല ഒമേഗ ഇതാണ് അപ്പൊ വിത്ത് റെസ്പെക്ട് ടു കെ ആണ് 1/4 into v raised to 4 k raised to 4 plus omega 0 raised to 4 whole raised to 1/4 minus 1 എന്ന് പറഞ്ഞാൽ minus 3/4 into v raised to 4 k raised to 4 എന്ന് വരും 4 k cube v raised to 4 എന്ന് വരും അല്ലേ അപ്പൊ which is equal to ഈ 4 കട്ട് ചെയ്ത് പോയി ബാക്കി എന്താ k raised to 3 v raised to 4 into v raised to 4 k raised to 4 plus ഇതിന് ഞാൻ താഴേക്ക് എഴുതാം കാരണം മൈനസ് 3/4 അല്ലേ അപ്പോ k raised to 3 v raised to 4 divided by v4 k4 plus omega 0 raised to 4 whole raised to 3/4 എന്ന് എഴുതാം കറക്റ്റ് അല്ലേ k raised to 3 v raised to 4 divided by ഇത് മൈനസ് 3/4 അപ്പൊ താഴേക്ക് വരുമ്പോ പ്ലസ് 3/4 വരും അപ്പൊ ഇതാണ് എന്ത് വി ജി ഇനി നമുക്ക് എന്താ കാണാല്ലേ റേഷ്യോ ഓഫ് വി പി ആൻഡ് വി ജി അല്ലേ അപ്പൊ നമുക്ക് അത് ചെയ്താൽ എന്ത് കിട്ടും വി പി എന്തായിരുന്നു ഒമേഗ ബൈ കെ അല്ലേ ഒമേഗ എന്തായിരുന്നല്ലേ v4 k4 പ്ലസ് ഒമേഗ നോട്ട് 4 റൈസ് ടു 1/4 ബൈ കെ ഡിവൈഡഡ് ബൈ വി ജി അല്ലേ അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ എന്തുവരും ഇൻറ്റു p റൈസ് ടു 4 k റൈസ് ടു 4 പ്ലസ് ഒമേഗ നോട്ട് റൈസ് ടു 4 ഹോൾ റൈസ് ടു 3/4 divided by k raised to 3 v raised to 4 എന്ന് വരും അല്ലേ അപ്പൊ നമുക്ക് വി പി ബൈ വി ജി ഈക്വൽ ടു ഇത് ഓൾവേസ് 1/4 ആണ് അത് 3/4 ആണ് 1/4 പ്ലസ് 3/4 എത്രയാണ് 1 ആണ് അല്ലേ അപ്പൊ v raised to 4 k raised to 4 plus omega naught raised to 4 divided by 1/4 plus 3/4 1 k into k cube k raised to 4 v raised to 4 ഇനി ഇത് നമുക്ക് ഒന്ന് വേണേ സ്പ്ലിറ്റ് ചെയ്യാം v raised to 4 k raised to 4 v raised to 4 k raised to 4 അപ്പൊ സ്പ്ലിറ്റ് ചെയ്താൽ എന്ത് കിട്ടും 1 plus omega 0 raised to 4 by k raised to 4 v raised to 4 and ഇത് കൂടെ നമുക്ക് കിട്ടും വി പി ബൈ വി ജി ഈക്വൽ ടു 1 പ്ലസ് ഒമേഗ 0 ബൈ കെ വി ഹോൾ റൈസ് ടു 4 എന്ന് കിട്ടും ഈ ക്വസ്റ്റ്യൻ ഈ എക്സാക്ട് ക്വസ്റ്റ്യൻ 2016 ആണെന്ന് തോന്നുന്നു നെറ്റ് എക്സാമിന് 5 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അപ്പൊ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ BSc ഫിസിക്സിൽ പഠിക്കുന്ന ഒരുപാട് പോർഷൻസ് നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ആവശ്യം വരും ഇനിയിപ്പോ നിങ്ങൾ PG ഒക്കെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ എൻട്രൻസിനൊക്കെ പോയി കാണിച്ചാൽ ഇത്തരം ക്വസ്റ്റ്യൻസ് ധാരാളമായി ചോദിക്കാറുണ്ട് മെയിൻലി നിങ്ങൾക്ക് ക്വാണ്ടം മെക്കാനിക്സിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക പിന്നെ നിങ്ങളുടെ ഇലക്ട്രോണിക്സ് ചോദിക്കാറുണ്ട് അതുപോലെ മെക്കാനിക്സ് ചോദിക്കാറുണ്ട് അത്രയൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് മെക്കാനിക്സ് ക്വാണ്ടം മെക്കാനിക്സ് എപ്പോഴും ചോദിക്കാറുണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അപ്പൊ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ് ഇനി ഒരു ക്വസ്റ്റ്യൻ എഴുതാം show that the de Broglie wavelength for a material particle of rest mass m0 and charge E, electron charge, and charge E accelerated from rest through a potential difference of capital V volts relativistically is given by lambda equal to h by root of 2m0 eV
into 1 plus EV by 2m0 c square. ഈ ക്വസ്റ്റ്യൻ കാണുന്ന അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. നമ്മൾ ഈ ചാപ്റ്ററിന്റെ ബിഗിനിങ്ങിൽ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് അല്ലെ. പിന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഇത് റിലേറ്റിവിസ്റ്റിക് ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. നമുക്കറിയാം റിലേറ്റിവിസ്റ്റിക് കേസിൽ ലാംഡ ഈക്വൽ ടു എന്തായിരുന്നു, ഇക്വേഷൻ എന്തായിരുന്നു, ലാംഡ ഈക്വൽ ടു hc by root of k square plus 2k e naught ആയിരുന്നു. ഓർക്കുണ്ടോ റിലേറ്റിവിസ്റ്റിക് കേസിൽ അല്ലെ. ഇനി ഇവിടെ k ഉണ്ട്, അതുപോലെ E0 ഉണ്ട്. ഇനി given it is a charged particle having charge E, അല്ലെങ്കിൽ it is an electron passing through a potential V relativistically അല്ലെ. അപ്പോ നമുക്കറിയാം ഒരു ചാർജ് പാർട്ടിക്കിൾ Q എന്ന് പറഞ്ഞൊരു ചാർജ് പാർട്ടിക്കിൾ ഒരു V പൊട്ടൻഷ്യലിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്, കൈനറ്റിക് എനർജി എത്രയാണ്, K ഈക്വൽ ടു Q ടൈംസ് V ആണ് അല്ലെ. അറിയില്ലെങ്കിൽ ഇതാ for a charged particle traveling through a potential V, the kinetic energy is given by Q into V. ഇനി ഇവിടെ പോകുന്ന ആരാണ്, ഇലക്ട്രോൺ ആണ് അല്ലെ. അതിന്റെ ചാർജ് E ആണ്. അതുകൊണ്ട് നമുക്ക് K ഈക്വൽ ടു ഈ ക്യൂവിക്ക് പകരം നമുക്ക് EV എന്ന് എഴുതാം അല്ലെ. EV വെലോസിറ്റി അല്ല, പൊട്ടൻഷ്യൽ ആണ് അല്ലെ. അപ്പോ ഈ ചാർജിലുള്ള ഒരു പാർട്ടിക്കിൾ V പൊട്ടൻഷ്യലിലൂടെ പോകുമ്പോൾ അതിന്റെ കൈനറ്റിക് എനർജി EV ആണ് അല്ലെ. ഇനി ഇവിടെ E0 ഉണ്ട് അല്ലെ. E0 എന്താണ്, റെസ്റ്റ് മാസ് എനർജിയാണ്. എന്താ, m0 c² അല്ലെ, ഈക്വൽ ടു m0 c² അല്ലേ. ഇത് രണ്ടും ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അപ്പൊ അത് കിട്ടും അല്ലെ. സിമ്പിൾ ആണ്. അപ്പൊ ലാംഡ ഈക്വൽ ടു എന്താ വരിക, hc by root of k square എന്താവും, E square V square ആവും അല്ലെ. E square V square plus 2k E naught ആണ് അല്ലെ. E V into E0 എന്ന് പറഞ്ഞാല് m0 c² അല്ലെ. നമ്മൾ ജസ്റ്റ് ആൻസറിലേക്ക് നോക്കുക. ഇവിടെ hc ഉണ്ട്, അവിടെ h ഉള്ളൂ. അപ്പൊ നോക്കുക, ഇന്ന് അതുപോലെ ഇവിടെ 2m0 EV ഉണ്ട്, ഇവിടെ 2m0 EV ഉണ്ട് അല്ലെ. പിന്നെ ഒരു c² എക്സ്ട്രാ നിൽക്കുന്നത്. അപ്പൊ c² കോമൺ ആക്കി എടുക്കാം. അപ്പൊ നമുക്ക് അതിനകത്തുനിന്ന് ഇങ്ങനെ എഴുതാം, ലാംഡ ഈക്വൽ ടു hc by root of ഈ ഇക്വേഷനകത്തുനിന്ന് ഈ ക്വസ്റ്റിനിലേക്ക് പോയി 2m0 EV c² കോമൺ ആക്കി എടുക്കാം. 2m0 EV c² കോമൺ ആക്കി എടുത്താൽ ഇതെന്താവും, 1 ആവും. പ്ലസ് ബാക്കി ഇതെന്താവും, ഇവിടെ E² V² ഉള്ളൂ, ബാക്കി ഇത്രയും ടേംസ് മിസ്സിംഗ് ആണ് അല്ലെ. അപ്പൊ കോമൺ ആക്കി എടുത്താൽ എന്ത് വരും, EV by 2m0 c² എന്ന് വരും അല്ലെ. ജസ്റ്റ് ഒന്ന് നോക്കുക, ഈ ടേംസിനകത്ത് E² V² മാത്രമേ ഉള്ളൂ. നമ്മൾ എന്തൊക്കെ എടുക്കുന്നുണ്ട്, 2m0 EV c² എടുക്കുന്നുണ്ട്. അത്രയും ക്വാണ്ടിറ്റി കോമൺ ആക്കി എടുത്താൽ ബാക്കി അവിടെ ഉണ്ടാവുക EV by 2m0 c². അല്ലെങ്കിൽ ഇത് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ഈ ടേമും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ കറക്റ്റ് ആവും. നമുക്ക് ഇതാ കിട്ടുക അല്ലെ. ഇനി ഈ റൂട്ടിനകത്ത് ഒരു c² ഉണ്ട്, അത് പുറത്തേക്ക് വന്ന് എന്താവും, C ആവും. ആ C കട്ട് ചെയ്ത് പോകും. ബാക്കി എന്താവും, ലാംഡ ഈക്വൽ ടു ഈ C കട്ട് ചെയ്ത് പോയാല് ലാംഡ ഈക്വൽ ടു h by root of 2m0 EV into 1 plus EV by 2m0 c² ആവും അല്ലെ. ഇതാണ് ആ ഇക്വേഷൻ. ഇനി നിങ്ങള് ഇതിന്റെ തന്നെ നോൺ റിലേറ്റിവിസ്റ്റിക് കേസ് നമുക്ക് ഒന്ന് നോക്കാം. അത് നോക്കാൻ കാരണമുണ്ട്. നമ്മള് തൊട്ടടുത്ത ടോപ്പിക് ഡേവിസൺ ജെമ്മർ എക്സ്പെരിമെന്റ് ആണ്. അതായത് പാർട്ടിക്കിൾസിന്റെ വേവ് നേച്ചർ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. അതിനകത്ത് ഇതൊരു ഇക്വേഷൻ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഇനി നമുക്ക് ഇതിന്റെ തന്നെ നോൺ റിലേറ്റിവിസ്റ്റിക് കേസ് ഒന്ന് നോക്കാം. നോൺ റിലേറ്റിവിസ്റ്റിക് അല്ലെ. നോൺ റിലേറ്റിവിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് എന്തായിരുന്നു, കൈനറ്റിക് എനർജി ഈസ് മച്ച് ലെസ് ദാൻ റെസ്റ്റ് മാസ് എനർജി അല്ലെ. കൈനറ്റിക് എനർജി ഈസ് മച്ച് ലെസ് ദാൻ റെസ്റ്റ് മാസ് എനർജി. റെസ്റ്റ് മാസ് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, m0 c² അല്ലെ. അപ്പോ കൈനറ്റിക് എനർജി എന്തായിരുന്നു, EV അല്ലെ. ഒന്നുകൂടെ പറയാം, നോൺ റിലേറ്റിവിസ്റ്റിക് കേസ് എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ഈസ് മച്ച് ലെസ് ദാൻ റെസ്റ്റ് മാസ് എനർജി ആണ് അല്ലെ. അപ്പോ കൈനറ്റിക് എനർജി EV ആണ്, മച്ച് ലെസ് ദാൻ m0 c² ആണ് അല്ലെ.
അപ്പൊ നമുക്ക് എന്ത് ചെയ്താം, EV by m0 c square much less than 1 എന്ന് എഴുതാം. EV by m0 c square ഇവിടെ 1-നേക്കാൾ ഒരുപാട് വളരെ ചെറുതാവും EV by mc c square എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി. അപ്പൊ ഇതിനകത്തുനിന്ന് EV by m0 c square ഇതിനകത്തില്ലേ അല്ലേ, EV by m0 c square അത് വളരെ ചെറുതാണെന്ന് പറഞ്ഞാൽ ആ ക്വാണ്ടിറ്റി നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. അങ്ങനെ നെഗ്ലക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ലാംഡ ഈക്വൽ ടു h by root of 2m0 EV എന്ന് കിട്ടും അല്ലെ, ഇത് കിട്ടുക. ഇനി ഇത് ഇങ്ങനെ പോകും വേണ്ട, നമ്മളിത് നോൺ റിലേറ്റിവിസ്റ്റിക് ആണ്. നോൺ റിലേറ്റിവിസ്റ്റിക് കേസിൽ നമ്മൾ കൈനറ്റിക് എനർജി ലാംഡ തമ്മിലുള്ള റിലേഷൻ പഠിച്ചിട്ടുണ്ട്. ലാംഡ ഈക്വൽ ടു h by root 2mk. ഓർക്കുണ്ടോ പടത്തിന്റെ ഫസ്റ്റില് ലാംഡ ഈക്വൽ ടു h by root 2mk അല്ലെ. k ഈക്വൽ ടു EV സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലെ, k ഈക്വൽ ടു EV. ലാംഡ ഈക്വൽ ടു എന്താവും, h by root of 2m0 EV തന്നെയല്ലേ, സെയിം ആണ്. ഇനി ഇതിനകത്ത് നമ്മള് ഇവിടെ ഇലക്ട്രോണിന്റെ കേസിൽ നമ്മൾ ഡേവിസൺ ജർമ്മറിൽ ഉപയോഗിക്കുന്ന അതേ എക്സ്പെരിമെന്റ് ഞാൻ പറയാൻ പോണേ. എച്ചിന്റെ വാല്യൂ നമുക്കറിയാം, 2m0 നമുക്കറിയാം, ഇലക്ട്രോണിന്റെ മാസ്, E ഇലക്ട്രോണിന്റെ ചാർജ് ഇത് നമുക്കറിയാം. ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എച്ചിന്റെ വാല്യൂ 6.626 × 10⁻34, ഇത് 2 m0 9.1 × 10⁻31 കിലോഗ്രാം, ഈ 1.6 × 10⁻19. ഇതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ലാംഡ ഈക്വൽ ടു ഇങ്ങനെ കിട്ടും. മനസ്സിലായോ? ലാംഡ ഈക്വൽ ടു ഇതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 12.27 × 10⁻10 മീറ്റർ, അല്ലെങ്കിൽ 12.27 ആംസ്ട്രോങ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് പൊട്ടൻഷ്യൽ റൂട്ട് V എന്ന് കിട്ടും അല്ലേ. ഇതാണ് ഡേവിസൺ ജർമ്മർ എക്സ്പെരിമെന്റിൽ ഉപയോഗിക്കുന്ന ആ ഒരു ഇക്വേഷൻ. അവിടെ നമ്മൾ റിലേറ്റിവിസ്റ്റിക് ഇലക്ട്രോൺസ് അല്ല, നോൺ റിലേറ്റിവിസ്റ്റിക് ഇലക്ട്രോൺസ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഈ ഒരു ഫോർമുലേഷൻ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അവിടെ ഉപയോഗിക്കുന്ന വേവ് ലെങ്ത് ഇതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കുള്ള വർക്ക് ഇതാണ്. അടുത്ത തിങ്കളാഴ്ചത്തേക്ക് നിങ്ങൾ ഡേവിസൺ ജർമ്മർ എക്സ്പെരിമെന്റും അതുപോലെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ 2 ടെക്സ്റ്റ് ഫോളോ ചെയ്യേണ്ടി വരും. ഒന്ന് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് ബുക്ക്, അല്ലെങ്കിൽ രണ്ടാമത്തെ നിങ്ങളുടെ ബേസറിന്റെ ബുക്ക്. ആദ്യത്തെ ബേസറിന്റെ ബുക്ക് അത് ഞാൻ PDF ആയിട്ട് നിങ്ങൾക്ക് തരാം. ഓക്കെ, അപ്പോൾ 2 വർക്കാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്തൊക്കെയാണ്? ഒന്ന്, ഡേവിസൺ ജർമ്മർ എക്സ്പെരിമെന്റ് എഴുതുക, അതിന്റെ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഒക്കെ വരയ്ക്കാനൊക്കെ ഉണ്ട്, ഒരു ഗ്രാഫ് ഒക്കെ ഉണ്ട്. അടുത്തത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, അതിന്റെ വർക്കിംഗ്, അതുപോലെ ഡയഗ്രാം, അതിന്റെ ഡീറ്റെയിൽഡ് തിയറി, അതും essay ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് രണ്ടും തിങ്കളാഴ്ചത്തേക്ക്, നമ്മൾ തിങ്കളാഴ്ച വൈകുന്നേരത്തേക്ക് സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.